നമ്മൾ ജാതിരഹിത കേരളത്തിൽ ജീവിക്കുകയല്ലേ. അപ്പോൾ ഈ ജാതിയെ സംബന്ധിച്ചൊക്കെയുള്ള ബോധം എനിക്കൊക്കെ ഉണ്ടാകുന്നത് പാസ്പോർട്ട് എടുക്കാൻ പോയപ്പോഴാണ്. ഞാൻ ഡൽഹിയിലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുമ്പോൾ പഠിച്ചെൻ്റെ കോഴ്സ് പരീക്ഷ കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നെ ജപ്പാനിലേക്ക് അയക്കുന്ന ഒരു ഇൻ്റർ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ എമർജൻസി 3 days പാസ്പോർട്ട് എടുക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ പേരിൻ്റെ അറ്റത്ത് ഒരു ജാതി വാലുണ്ട് എന്നൊക്കെ എനിക്ക് അറിയുന്നത്. അതൊരു തിരിച്ചറിവായിരുന്നു. അതിനു മുമ്പ് നമുക്ക് ജാതിയില്ല, ഒന്നുമില്ല, നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല കാര്യം. നമ്മൾ ചിലപ്പോൾ SLC ബുക്കിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുമായിരിക്കും, നമുക്ക് എവിടെ ഉപയോഗിക്കേണ്ടിയോ പറയേണ്ടിയോ ഒന്നും വന്നിട്ടില്ല. ഈ മൊബൈൽ ഫോൺ വന്ന സമയത്ത് MTNL മൊബൈൽ ഫോൺ എടുക്കുന്നു, അത് കഴിഞ്ഞ് ഇൻ്റർനെറ്റ് വരുന്നു. അവരുടെ MTNL ഇൻ്റർനെറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇൻ്റർനെറ്റിൽ ഇൻ്റർനെറ്റ് ID വേണമല്ലോ. അവിടെയാണ് ഈ J എക്സ്പാൻഡ് ചെയ്തിട്ട് ജല എന്നാകുന്നത്. ഒരു ഡ്രാമ സ്കൂൾ, ഒരു ആക്ടിങ് മേഖല ഒരിടത്ത് കിടക്കണോ? നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ഒന്ന് അതേ സമയത്ത് തന്നെ സാമൂഹികമായ വിഷയങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് വിളിച്ചു പറയാനും ചൂണ്ടിക്കാണിക്കാനും അങ്ങനെ ഒരു മനസ്സും കൂടിയുണ്ട്, ഒരു പ്രവർത്തനം കൂടിയുണ്ട്. നമ്മൾ വ്യക്തമായിട്ട് വെറുതെ ഒരു കലാകാരി എന്ന് പറയുന്ന ഗണത്തിലല്ല നിൽക്കുന്ന. ശരിക്കും പറഞ്ഞാൽ എനിക്കതിലപ്പുറം എന്തൊക്കെയോ പറയാനുണ്ട്, ചെയ്യാനുണ്ട് എന്നുള്ള അത് പ്രകടമാണ്. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഏത് മേഖലയിലേക്കാണ് മനസ്സങ്ങനെ കൂടുതലും നിൽക്കുന്നത്? ഈ ഒരു അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട് ഈ ചുറ്റുപാടും അങ്ങനെയൊക്കെ. അതുകൊണ്ട് ആക്ടിങ്ങിൽ മാത്രമല്ല, ഞാൻ കുറച്ചുകൂടി പറയേണ്ടതുണ്ട് എന്ന് പറയുന്നൊരു ബോധം കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആക്ച്വലി നമ്മൾ ബേസിക്കലി മനുഷ്യനൊരു രാഷ്ട്രീയ ജീവിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്കതിലെല്ലാം നിങ്ങളുടെ ഒരു രാഷ്ട്രീയമുണ്ട്. ഈ രാഷ്ട്രീയം എന്ന വാക്ക് വളരെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തിരിക്കുന്ന ഒരു വാക്കാണ്. കക്ഷി രാഷ്ട്രീയമാണ് രാഷ്ട്രീയം എന്ന് കരുതുന്ന അല്ല. നിങ്ങളുടെ നിലപാടെന്ന് പറയുന്നതാണ് നിങ്ങളുടെ രാഷ്ട്രീയം. നിങ്ങളുടെ ചോയ്സസ് ആണ് നിങ്ങളുടെ പൊളിറ്റിക്സ്. നിങ്ങളുടെ വേ ഓഫ് ലൈഫ്, വേ ഓഫ് അപ്രോച്ച്, നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ്, വേ ഓഫ് മേക്കിംഗ് റിലേഷൻഷിപ്പ്, എവറിത്തിങ് അതിൻ്റെ ഈ ഒരു നിങ്ങളുടെ രാഷ്ട്രീയം എന്നതിൻ്റെ അടിയിൽ വരുന്ന ഒരു കാര്യമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എനിക്ക് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ചുറ്റുപാടുകൾ വളരെ അസ്വസ്ഥമാക്കുക എന്നുള്ളതാണ്. നമ്മൾ കാഴ്ചകളാണല്ലോ നമ്മളെ രൂപപ്പെടുത്തുന്നതും നമ്മളെ അലോസരപ്പെടുത്തുന്നതും നമ്മളെ നിർമ്മിക്കുന്നതും കാഴ്ചകളാണ്. ആ അർത്ഥത്തിൽ എനിക്ക് ചുറ്റുമുണ്ടായിട്ടുള്ള കാഴ്ചകൾ, കേൾവികൾ, ഇതിൽ നിന്നെല്ലാം ഇതിനൊക്കെ എങ്ങനെയാണ് പരിഹാരം എന്നുള്ള ചിന്ത ചെറിയ കാലം മുതലേ ഉണ്ട്. ഒരാൾ വിഷമിക്കുമ്പോൾ ഈ വിഷമം ഇല്ലാതാക്കാൻ അതിൽ നിന്ന് ഉടലെടുത്ത ഒരു വലിയ ഒരു പ്രോസസ്സാണ്. അതെന്നെ രൂപപ്പെടുത്തിയത് അതാണ്. ഞാൻ കല പഠിക്കാൻ പോകുമ്പോഴും, ഞാൻ സംവിധാനം പഠിക്കുമ്പോഴും, ഞാൻ അഭിനയിക്കുമ്പോഴും, അല്ലെങ്കിൽ ഞാൻ എഴുതുമ്പോഴും എൻ്റെ മുന്നിൽ ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് എനിക്കല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാകുന്നു. ഇപ്പോൾ വെറുതെ കല ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ അഭിനയിക്കുക, അതൊക്കെ ഇപ്പോഴത്തെ കമ്പോളത്തിൻ്റെ ഒരു വലിയൊരു പ്രൊപ്പഗൻഡയാണ്. നിങ്ങൾ സന്തോഷിക്കുക. എന്താണ് സന്തോഷമെന്ന് ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ എന്നുള്ള കാര്യം വേറെയാണ്. പക്ഷേ ഈ സന്തോഷത്തിനും അപ്പുറത്ത് എന്താണ് മനുഷ്യൻ്റെ പ്രവൃത്തി കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ബേസിക്കലി ഞാൻ കല പഠിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ വളരെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും അതിലൊക്കെ വളരെ ചെറിയ നാൾ മുതലേ ഇടപെട്ട് തുടങ്ങിയ ഒരാളാണ്. ഒരുപക്ഷെ വായനയായിരിക്കും അതിലേക്ക് കൊണ്ടെത്തിച്ചത്, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് അങ്ങനെയുണ്ടല്ലോ, കുട്ടിക്കാലത്ത് അങ്ങനെ നമ്മൾ കാണുന്ന കാഴ്ചകളിലേക്ക് നമ്മൾ പോവുക എന്ന് പറയും. അപ്പം അതിനൊക്കെ പറ്റിയൊരു അന്തരീക്ഷത്തിൽ നിന്നായതുകൊണ്ട് എന്നങ്ങനെ ഫുള്ളായിട്ടും പറയാൻ പറ്റില്ല. കാരണം ഒത്തിരി അന്നും ഈ സംഘടനാ രാഷ്ട്രീയമോ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനമോ ഒക്കെ ചെയ്യുന്നതിനൊക്കെ ഒത്തിരി എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. കാരണം പെൺകുട്ടിയാണ്, ഇന്നത്തെ പോലെ സ്ത്രീകളുടെ ശാക്തീകരണം മുദ്രാവാക്യമൊന്നും കേരളത്തിലില്ല ആ സമയത്ത്. ഞാനൊക്കെ ഡൽഹി പഠിക്കാൻ പോകുന്ന 90s അങ്ങനെ ഇല്ല. അപ്പോൾ അവിടെയും നമ്മളൊരു ചാല് കീറിക്കൊണ്ടാണ്, സ്വന്തം ഒരു ഫൈറ്റിൻ്റെ പുറത്താണ് സാമൂഹ്യ പ്രവർത്തനം എന്ന ഒരു കാര്യത്തെ സങ്കല്പിക്കുന്നത് പോലും സ്വന്തം ഫൈറ്റിലാണ്. അത് അങ്ങനെ ചിന്തിക്കാൻ തന്നെ ഒരു ഫൈറ്റ് ഉണ്ട്. കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ
വളരെ വളരെ വളരെ വിദൂരമായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മളങ്ങ് ഇറങ്ങി നടക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങ് ചെയ്യുക, പുറപ്പെടുക എന്നൊക്കെ പറയുന്ന ഒരു 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 തരത്തിലാണ് അതൊക്കെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ നാടകം പഠിക്കാൻ പോയി കഴിഞ്ഞു, ഞാൻ ഡൽഹിയിൽ നാടകം പഠിക്കാൻ പോയി കഴിഞ്ഞും ആക്ച്വലി നിയമം പഠിക്കേണ്ട ആളാണ്, നിയമം പഠിക്കാൻ ചേർന്നതാണ്, അത് ഉപേക്ഷിച്ചിട്ട് പോകുന്നു. അപ്പോൾ അവിടെയും ചെല്ലുമ്പോഴും ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലൊക്കെ പഠിക്കുന്ന ആളുകൾ അവിടുന്ന് നേരെ ബോംബെക്ക് വിടാം, ക്ഷണമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്, നമ്മൾ പോയ സാധ്യതയാണ്. പക്ഷെ അതൊന്നും ആയിരുന്നില്ല ലക്ഷ്യം. പക്ഷെ അതിന് നമ്മളെ അടയാളപ്പെടുത്തുന്ന പല ആളുകളും നമ്മളെ പറയുമ്പോൾ പരാജയപ്പെട്ടു പോയി, അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല വേണ്ടത്. പരാജയപ്പെട്ടു പോയോ ശരിക്കും? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. പരാജയത്തെക്കുറിച്ചൊരു ഡെഫിനിഷൻ നമുക്ക് കൃത്യമായിട്ടില്ലല്ലോ, വിജയത്തെക്കുറിച്ചും ഇല്ല ഡെഫിനിഷൻ. നമ്മൾ ഇതെല്ലാം നിർമ്മിക്കുന്നത് പുറത്തുനിന്നാണല്ലോ. പരാജയപ്പെട്ടു എന്നൊരാൾക്ക് തോന്നുന്നത് വേറെ മോഡലുകളെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. അപ്പം നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം നമുക്കുണ്ടായിരിക്കുമ്പോൾ നമുക്കത് ബാധിക്കാറില്ല പലപ്പോഴും. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇപ്പോൾ എന്നെക്കുറിച്ച് ചിലപ്പോൾ ശൈലജ അങ്ങനെ, എൻ്റെ അധ്യാപകരൊക്കെ ചിലപ്പോൾ സ്കൂളിലെ അധ്യാപകരും ഒക്കെ അങ്ങനെ, ശൈലജ അങ്ങനെ ആവേണ്ട ആളായിരുന്നില്ല, ശൈലജ ഇങ്ങനെ പോകുമായിരുന്നു എന്ന് ഞങ്ങൾ വിചാരിച്ചു എന്നൊക്കെ പറയും. ഇതെല്ലാം കാഴ്ചപ്പാടുകളാണ്, അവരുടെ വിചാരങ്ങളാണ്. നമ്മൾ എന്ത് വിചാരിക്കണോ, നമ്മൾ ഇതെന്ത് പറഞ്ഞാൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ചില വഴികൾ ചിലപ്പം ദുർഘടമായിരിക്കും. ചില വഴികൾ നമുക്ക് അറിയാതെ നമ്മുടെ കൂടെ കൂടുന്ന വഴികളാണ്, ചില നമ്മൾ ഡെലിബറേറ്റ്ലി തിരഞ്ഞെടുക്കുന്നതാണ്. ഇപ്പം നാടകം പഠിക്കാൻ പോകുക എന്നൊക്കെ പറയുന്നത് ഡെലിബറേറ്റ് ആക്ഷനാണ്. എന്നാൽ ആ ഡെലിബറേറ്റ് ഡിസിഷൻ്റെ പിന്നിൽ ഒരു ലോങ് വിഷൊന്നുമില്ല, ഞാൻ ഇതേ ചെയ്യൂ, അങ്ങനെയൊന്നുമല്ല. അതും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വന്നതാണ്. നാടകം എന്ന് പറയുന്നത് ഒരു വളരെ വലിയൊരു ടൂളാണെന്നും അതിന് അങ്ങനെ സംഭവിച്ച ഒന്നാണ്. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രധാനമായിട്ട് ഒരു നമുക്ക് പറയാനുള്ളത് പറയാൻ കുറച്ചുകൂടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എത്ര അടുത്ത് എവിടേക്കൊക്കെ എത്തും എന്നുള്ളൊരു ആ അവസ്ഥയല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശക്തമായിട്ട് പ്രതികരിക്കാറുണ്ട്. ഈ പ്രതികരിക്കാറുള്ളത് വല്ലാത്തൊരു വിമർശനമായിട്ട് ഈ പറയുന്ന ഇതിലേക്ക് നേരെ വരാറുണ്ടോ? ഞാൻ ആ പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിവെക്കുന്നില്ല. കാരണം ഇവിടെ സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ പലരും പലരുടെ മനസ്സമാധാനത്തിനാണ് എഴുതുന്നത്, അല്ലേ? അടുത്തൊരു സുഹൃത്തിനോട് പറയുന്ന പോലെയാണ് പലരും പേഴ്സണൽ കാര്യങ്ങൾ എഴുതാനാണ് സോഷ്യൽ മീഡിയ ബഹുഭൂരിപക്ഷ ആളുകൾ ഉപയോഗിക്കുന്നത്. അവരുടെ ഒരു കമ്പാനിയൻ, ആരോടും പറയാൻ പറ്റാത്ത കാര്യം സോഷ്യൽ മീഡിയയിൽ എഴുതുക എന്ന് പറയുന്ന ഒരു ട്രെൻഡൊക്കെ ഇപ്പോഴുണ്ട്. പിന്നെ എല്ലാത്തരം കാര്യങ്ങൾക്കും ആളുകൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്. പൊളിറ്റിക്കലായി പറയാനോ, അല്ലെങ്കിൽ നമ്മളുടെ നിലപാട് പറയാനോ, എഡ്യൂക്കേഷനോ, നമ്മുടെ സമൂഹം നേരിടുന്ന ഒപ്രഷനോ സപ്രഷനോ അതിനെക്കുറിച്ച് നമ്മുടെ പ്രതികരണം അറിയിക്കാനും ഒക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊരു കൃത്യശതമാനമേ ഉള്ളൂ. അവിടെയും ഒരു സെലക്റ്റീവ് ഒരു അപ്രോച്ച് ഉള്ളതെന്ന് പറഞ്ഞാൽ, ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന, അഥവാ ഏതെങ്കിലും തരത്തിൽ ഐദർ സെലിബ്രിറ്റി, അത് പോസിറ്റീവ് കൊണ്ടോ നെഗറ്റീവ് കൊണ്ടോ, വൈറൽ, ഇങ്ങനെയൊക്കെ ആകുന്ന ആളുകൾ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമാണ് അത് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുക. അങ്ങനെയുണ്ട്. വളരെ സെർട്ടിലായി, വളരെ പിന്നെ ഒരു പ്രത്യേക രീതിയിൽ മാത്രം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് നമ്മളിനി എത്ര വലിയ രാഷ്ട്രീയം പറഞ്ഞാലും അതിന് റീച്ചൊക്കെ കുറവാണ്, അല്ലെങ്കിൽ അത് പിന്നെ നോക്കുന്നത് കുറവാണ്. ഇപ്പം ആളുകൾ അങ്ങനെയുണ്ട്. ഞാനൊക്കെ പറയലുണ്ട്, പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, വിമർശനങ്ങൾ ധാരാളം ഉണ്ട്. ആ വിമർശനമൊന്നും ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ നേരിടുന്ന പോലെ നമ്മൾ സെലിബ്രിറ്റി അല്ലാത്തതുകൊണ്ട് നമുക്ക് ബുള്ളിങ്ങോ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം വളരെ കൃത്യമാണ്, നമ്മൾ എന്തെങ്കിലും ഭൂരിപക്ഷ ആളുകൾ പറയാത്ത എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ മെസ്സഞ്ചറിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. അല്ലെങ്കിൽ പലതരത്തിലാണ്, ഓരോ കോണിൽ നിന്ന് ഓരോ തരത്തിലാണ്. ഇപ്പോൾ സഖാവ് എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, അത് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്ന എന്നെ അങ്ങനെ കാണുന്ന സുഹൃത്തുക്കൾ, വേറെ ചില ആളുകൾ നിങ്ങൾ ആരാണ് അങ്ങനെ പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയത് എന്താണോ അതിൻ്റെ അമ്പ് കൊണ്ട ആളുകൾ, പിന്നെ അങ്ങനെ അങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ ഏത് തരത്തിലായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, രാഷ്ട്രീയമായോ നിലപാടുപരമായോ സംസാരിക്കുന്ന ആളുകളെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെ അതെടുത്ത് നിങ്ങളെ അവരെ അംഗീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ മെയിൻ സ്ട്രീമിലേക്ക് ഉയർത്തുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് വേറെ വിഷയം. പക്ഷെ എല്ലാവരും നോക്കുന്നുണ്ട്. കാരണം ചെറിയൊരു ഡയലോഗിൻ്റെ പുറത്ത് വരെയൊക്കെ ഞാൻ ഹരാസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചെറിയൊരു കമൻറ്റിൻ്റെ പുറത്ത്, മറ്റൊരാളിൻ്റെ പോസ്റ്റിൽ പോയിട്ട ഒരു കമൻറ്റിൻ്റെ പുറത്ത് പോലും ഹരാസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒബ്സർവേഷൻ ഉണ്ട് എന്നുള്ളത്
വളരെ കൃത്യമാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു മെസ്സഞ്ചറിലെങ്കിലും വന്നിട്ട് സഖാവ് എന്തിനങ്ങനെ പറഞ്ഞു, അപ്പോൾ സഖാവാണ് എന്ന് ശൈലജ അങ്ങനെ ഒരു സ്ഥാപിക്കപ്പെടുന്നുണ്ട്. ശരിക്കും സഖാവാണോ? അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഒരാളെ ആരെങ്കിലുമൊക്കെ സഖാവ് എന്ന് വിളിക്കുന്നത് ഞാനൊരു വലിയ ബഹുമതിയായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു സുഹൃത്തേ എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? പക്ഷെ ആ അർത്ഥത്തിലല്ല. അത് വേറെ പ്രശ്നം. കോംറേഡ്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റെല്ലാ ബന്ധങ്ങളെക്കാട്ടിലും വലിയ ബന്ധം എന്നാണ് ഞാൻ കരുതുന്നത്. ആർക്കാരെയും വിളിക്കാം. ആ ആത്മാർത്ഥതയും ആ ബന്ധവും ആ റിയൽ ആ ഒരു ഇത് കണ്ടന്റ് വഹിക്കുന്ന ആളുകൾക്ക് പരസ്പരം വിളിക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ സഖാവായിരിക്കാൻ വേണ്ടി കുറച്ച് യോഗ്യതകളുണ്ട്. ഒരു പക്ഷെ എന്നെ വിളിക്കുന്ന ആളുകൾക്ക് അങ്ങനെ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാനതിനെ തെറ്റായി കാണുന്നില്ല. സഖാവായിരിക്കാൻ നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരിക്കണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത കാഴ്ചപ്പാടിനെയാണ് നമ്മളെ അങ്ങനെ അഭിസംബോധന ചെയ്യിപ്പിക്കുന്നത്. അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല, അങ്ങനെയുണ്ട്. അതുപോലെ അതൊരു തെറിയായി ഉപയോഗിക്കുന്നവരുമുണ്ട്, അങ്ങനെയുണ്ടല്ലോ. മാധ്യമങ്ങളുടെ നിലപാടുകളോടൊരു ദേഷ്യം അല്ലെങ്കിൽ വല്ലാത്തൊരു അമർഷമുണ്ട് എന്ന് തോന്നി. ആ തോന്നൽ ശരിയാണോ? എൻ്റെ തോന്നൽ എനിക്ക് മാധ്യമങ്ങളിൽ വളരെ വലിയ വിശ്വാസമുള്ള ആളാണ്. മാധ്യമങ്ങൾ നേരെ നിന്നാൽ രാജ്യത്ത് വളരെ വലിയ കാര്യങ്ങൾ നടത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഇന്നലെ തന്നെ ജെൻസി സമരം, നേപ്പാളിൽ നടക്കുന്ന സമരത്തിൽ അവിടെ ആദ്യം ടാർഗറ്റ് ചെയ്തത് മാധ്യമത്തിൻ്റെ ഓഫീസുകളെയാണ്. രണ്ടാമത് അവർ ചെയ്തത് ഇന്ത്യയിൽ നിന്ന് ചെന്ന മാധ്യമക്കാരെ ഓടിക്കുക എന്നുള്ളതാണ്. ആഞ്ഞടിച്ചാണ് അവർ ഓടിച്ചത്. എന്തുകൊണ്ടാണ് ഈ വിരോധം വരുന്നത്? നിങ്ങൾ എന്ത് ഡ്യൂട്ടിയാണോ ചെയ്യേണ്ടത് ആ ഡ്യൂട്ടി ചെയ്യാതെ നിങ്ങൾ ഒരു സമൂഹത്തിന് കിട്ടേണ്ട റൈറ്റിനെ ഹൈഡ് ചെയ്യുകയും ഒരു സമൂഹത്തെ മൊത്തത്തിൽ അതിൻ്റെ അരാജകത്വത്തിലേക്കും അനീതി അനുഭവിക്കാനായിട്ടൊരു ജനതയെ തള്ളിവിടാൻ നിങ്ങളുടെ മാധ്യമത്തിൻ്റെ പവർ ഉപയോഗിക്കുമ്പോൾ അത് എന്തിനാണോ ഒരു ഓഫീസ് കെട്ടിടം ഉണ്ടായത്, ആ ഓഫീസ് കെട്ടിടം നടക്കുന്നത് അതിൻ്റെ ബേസിക് റൂട്ടഡ് പർപ്പസിൽ നിന്നാണെങ്കിൽ പിന്നെ ഓഫീസ് കെട്ടിടം തീയിടണം. അവിടെ നിന്നിട്ട് കാര്യമില്ല. ദാറ്റ് ഈസ് വാട്ട് ദ തിങ്. എനിക്ക് മാധ്യമങ്ങൾ, കാരണം നമ്മളൊരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ കേട്ടുപഠിച്ചതും പറഞ്ഞു പഠിച്ചതും നമ്മൾ വിശ്വസിച്ചതും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അടിയന്തരാവസ്ഥ ഇവിടുന്ന് പോകുമ്പോൾ മാധ്യമങ്ങൾക്ക് വിലക്കുണ്ടായിരിക്കുമ്പോഴും ഈ വാർത്തകളൊക്കെ പുറത്തെത്തിച്ചത് മാധ്യമങ്ങൾ തന്നെയാണ്. ഒളിച്ചിരുന്നും പിന്നെ വിഷമിച്ചും അല്ലേ, വേഷം മാറിയും ഒക്കെ അടിയന്തരാവസ്ഥയെ ഇന്ത്യയിൽ തോൽപ്പിച്ചതും പിൻവലിപ്പിച്ചതും മാധ്യമങ്ങളാണ്. ആ ശക്തി മാധ്യമത്തിനുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് 2014 മുതൽ ഇന്നിപ്പോൾ 25 എത്തി നിൽക്കുമ്പോൾ വോട്ട് ചോരി വിഷയം വന്നു കഴിഞ്ഞ് ഈ സ്ഥിതിയിൽ നിൽക്കുമ്പോഴും ഇന്ത്യൻ മാധ്യമങ്ങൾ ഒരു പ്രത്യേക ആംഗിളിലാണ് സംസാരിക്കുന്നത്, ഒരു പ്രത്യേക വാർത്തകൾ മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ മാധ്യമത്തിനോട് ദേഷ്യം വരില്ലേ? വരേണ്ടതല്ലേ? ഇപ്പോൾ ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ മാധ്യമങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയത് ഈ പറയുന്ന പോലെ സർക്കാരുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ സർക്കാരുകൾക്കും നേരെയുള്ള ഒരു സൂചന കൂടിയാണ് നേപ്പാളിൽ നടന്നത് എന്നുകൂടി വായിക്കേണ്ടതുണ്ടോ? നോക്കൂ, ഇതിൽ 2-3 തരം കാര്യങ്ങളുണ്ട്. ഇപ്പം ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ പ്രത്യക്ഷത്തിൽ അനലൈസ് ചെയ്യുക ബുദ്ധിമുട്ടാണ്. നേപ്പാളിൽ സമരത്തിൻ്റെ പിന്നിൽ നടക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളൊന്നുമല്ല. തൊഴിലില്ലാതായവർ, വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവർ, പട്ടിണി അനുഭവിക്കുന്നവർ, അതിനപ്പുറത്ത് വളരെ പാരലായിട്ട് അവർ കാണുന്നത് അധികാരമുള്ളവരും അവരുടെ കുടുംബങ്ങളും മക്കളും ഭയങ്കരമായ ആഘോഷപരമായ ജീവിതം നയിക്കുന്നത്. ഈ കോൺട്രഡിക്ഷനിൽ നിന്നുകൊണ്ടാണ് അവിടുത്തെ ചെറുപ്പക്കാർ റോഡിലിറങ്ങിയത്. അപ്പോൾ അതിനവർക്ക് അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത്. ഇനിയിപ്പോൾ എത്ര പണം കൊടുത്താലും എത്ര സപ്പോർട്ട് കൊടുത്താലും ഇതുപോലുള്ള ഒരു സമരത്തിന് ഒരു ജനതയെ അങ്ങ് തൂത്തിറക്കി റോഡിലിറക്കാനൊക്കെ വലിയ പാടാണ്. അതിന് വലിയൊരു ഇച്ഛാശക്തി വേണം, അല്ലേ? അതിന് അവരുടെ ഇവിടെ നിന്ന് വരണം. നിങ്ങൾ കാശ് വാങ്ങിച്ചിട്ട് സമരം ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൻ്റെ നന്ദിയെ കാണിക്കും. 4 മുദ്രാവാക്യം വിളിച്ചിട്ട് താഴെ ഇരിക്കും, അല്ലേ? ഒരു പൊറോട്ടയ്ക്കും ഒരു ബീഫിനും ഒരു ബിരിയാണിക്കും ഉള്ള വിളിയെ വിളിക്കത്തുള്ളൂ, അല്ലേ? അല്ലെ ഒരു ദിവസത്തെ കൂലിക്കുള്ള വിളിയെ വിളിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു തൊഴിൽ കിട്ടി അതിൻ്റെ ഒരു നന്ദിയെ കാണിക്കുള്ളൂ. പക്ഷേ ഇതല്ല. ഇത് അങ്ങനെ ഇനി ആരെങ്കിലും ഇപ്പം വലിയ വാർത്തകൾ വരുന്നുണ്ട്. ഇന്റർനാഷണൽ കോൺസ്പിറസി ഇതിൻ്റെ ഇടയിലുണ്ട്, അമേരിക്കയുടെ ഇതുണ്ട്, ഇന്ത്യയുടെയും ചൈനയുടെയും ഇടയിൽ കിടക്കുന്ന ഒരു ബ്രിഡ്ജായിട്ടുള്ള നേപ്പാളിനെ അതിൻ്റെ ഇടയിലേക്ക് തിരിക്കുക, ഏഷ്യൻ അച്ചുതണ്ട്, അങ്ങനെ കുറച്ച് പൊളിറ്റിക്കൽ കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ വരുമ്പോഴും നിങ്ങൾക്ക് വെറുതെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് വന്ന് അവിടുത്തെ യങ്സ്റ്റേഴ്സിനെ ഇളക്കി വിടാൻ പറ്റില്ല.
അവർക്ക് ഈ ആരെങ്കിലും ഇനി ഇളക്കി വിടാൻ വന്നെങ്കിൽ തന്നെ അത് അനുഭവമാണ്, അവരുടെ ഉള്ളിലുണ്ട്, അവർ പുകഞ്ഞുകൊണ്ടിരിക്കുക. അതിൻ്റെ ഏറ്റവും വലിയൊരു ചിത്രം കണ്ടത് അവിടുത്തെ ഒരു മന്ത്രിയുടെ മില്ല് കണ്ടില്ലേ? കിലോമീറ്ററുകളോളമാണ് മനുഷ്യൻ അരിച്ചാക്ക് ചുമന്നുകൊണ്ട് പോകുന്നത്. അവിടുത്തെ 40-40% വരുന്ന മനുഷ്യന്മാർ പട്ടിണിയാണ്. അപ്പോൾ ഈ അരിച്ചാക്ക് ചുമന്നുകൊണ്ട് പോകുന്ന ആ മില്ല് കുത്തി തുറന്ന് ലക്ഷക്കണക്കിന് ചാക്കുകളാണ്. അപ്പം പൂഴ്ത്തിവെപ്പ്, കരിഞ്ചന്ത, അപ്പം ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു രോഷമാണ്. അപ്പോൾ അത് ഇന്ത്യയിലെന്നല്ല എവിടേക്കും പടരാം. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ബോട്ടിലിൽ കൊള്ളാവുന്ന വെള്ളമേ കൊള്ളൂ, ബാക്കി കവിഞ്ഞൊഴുകും. അരി തിളച്ചാൽ തൂവും, പാല് തിളച്ചാൽ തൂവും. അപ്പം ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒന്നുണ്ട്. ആ ബോയിലിംഗ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ കൊതനാണ് 100 ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ അത് തിളച്ചോണ്ടിരിക്കുകയാണെങ്കിൽ കവിഞ്ഞു പറയും. അത് തന്നെ ചിലപ്പോൾ സംഭവിക്കാം. ഇപ്പൊ നേരത്തെ ഇടയ്ക്ക് സംസാരിച്ച് പോയപ്പോൾ ഒരു പോയിന്റിലേക്ക് എത്തിയതാണ് 2024 എത്തുമ്പോഴത്തെ ഇന്ത്യയിലെ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ എവിടെ എത്തി എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തിയിരുന്നു. അത് ഏതൊക്കെ വിഷയത്തിലാണ് അങ്ങനെ എത്തി എന്നുള്ളത് ശരിക്ക് തോന്നിയിട്ടുള്ളത്? മാധ്യമങ്ങളുടെ സമീപനം, അവരുടെ രീതികൾ എവിടെ? അങ്ങനെ ഒരു ചോയ്സ് ഇല്ല. മാധ്യമങ്ങൾ മൊത്തത്തിൽ വിലക്കെടുക്കപ്പെട്ടു. ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങളിലേക്ക് തന്നെ വരും. ഇപ്പൊ നമ്മൾ നാഷണൽ ലെവലിലുള്ള മാധ്യമങ്ങൾ, നമ്മൾ വേറിട്ട ശബ്ദം കേൾപ്പിക്കുന്ന മെയിൻ മാധ്യമങ്ങളൊന്നും ഇപ്പൊ ഇന്ത്യയിലില്ല. ചില ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ്. അവരും വളരെ വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവരുടെ ആളുകളെയും ഇപ്പൊ ഈ അടുത്ത ഇടയ്ക്ക് വന്ന കരൺ താപ്പറിനെ പോലെയുള്ള ആളുകൾക്കെതിരെ വരുന്ന വാറണ്ടും കേസും ഒക്കെ അതിന്റെ ഭാഗമാണ്. അപ്പൊ അവസാനത്തെ ശബ്ദം കൂടി ഒതുക്കുക എന്നുള്ളതാണ്. അതെല്ലാം പോട്ടെ, കേരളത്തിലേക്ക് വരൂ. കേരളത്തിലേക്ക് വന്ന് നമ്മൾ നോക്കൂ. ഇവിടുത്തെ മാധ്യമങ്ങൾ പലപ്പോഴും വാർത്തകൾ കൊടുക്കുന്നതിൻ്റെ ഒരു ശൈലി നോക്കിയാൽ നമുക്കറിയാം. ട്രെൻഡിൻ്റെ പുറകെയാണ്, റിയാലിറ്റിയുടെ പുറകെയല്ല. സത്യമല്ല വേണ്ടത്. ഇപ്പം ഇതിലെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോഴ്സ് റേസ് പോലെയാണ്. ആരാണ് മുന്നേ ഓടുന്നത്, ആരാണ് എക്സ്ക്ലൂസീവ് റിവീൽ ചെയ്യുന്നത്, ആരാണ് രഹസ്യം കൊണ്ടുവരുന്നത്, അതാണ്. ഇപ്പം നമുക്കറിയാം CD തേടി പോയ കഥയൊക്കെ ഉണ്ടല്ലോ. കോമാളിത്തരമാണ് പലപ്പോഴും, വലിയ കോമാളിത്തരമാണ്. മാധ്യമങ്ങൾ ഒരു സ്ഥലത്ത് ഉറച്ചു നിന്ന് നിലപാടിൽ നിന്ന് വ്യക്തമായും ഒരു കാഴ്ചപ്പാട് നൽകാൻ ബാധ്യതപ്പെട്ടവരെന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം പോയിട്ട് മറ്റേതൊരു ബിസിനസ് സ്ഥാപനം പോലെയും ഒരു ഷോപ്പിംഗ് മാളിൽ പോയി നമ്മൾ ഒരു സാധനം കടക്കാരൻ്റെ ഇഷ്ടത്തിനാണ് വിൽക്കുന്നത്. വാങ്ങിക്കാൻ ചെല്ലുന്നവർക്ക് നമുക്കതിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങാം. ആ ചോയ്സേ ഉള്ളൂ ഇപ്പം നമുക്ക് കാഴ്ചക്കാർക്കും കേൾവിക്കാർക്കും മാധ്യമങ്ങളെ സംബന്ധിച്ച്. അത് കേരളത്തിലും നല്ല ഇന്ത്യയിൽ മുഴുവനും അങ്ങനെ ആയിക്കഴിഞ്ഞു. കാരണം മാധ്യമ സ്ഥാപനങ്ങൾ കോർപ്പറേറ്റുകളാണ്. അവർക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ മിനിറ്റിലും വാർത്ത വേണം. കാരണം പലപ്പോഴും അതിൻ്റെ ഒരു സത്യം ഇതാണ്, സോഷ്യൽ മീഡിയ വരുമാനത്തിലൂടെയാണ് മേജർ. പഴയതുപോലെ പരസ്യങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ അതിന് ഓരോ മിനിറ്റിലും 2 മിനിറ്റ് വാർത്തകൾ അല്ലെ റീലുകൾ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി പുതിയ പുതിയ കാര്യങ്ങൾ വേണം. അതിൻ്റെ ഒരു തമാശ ഞാൻ പറയാം. ഞാൻ ഇപ്പം ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരു ST കോളനി ഒരു വീട് വെച്ച് കൊടുത്ത ഒരു കേസ് അടുത്ത കാലത്ത് ഉണ്ടായി. അപ്പം എനിക്ക് തമാശ തോന്നിയ ഒരു കാര്യം, രാവിലെ തുടങ്ങിയതാണ്. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരു ചാനലിൽ രാവിലെ വാർത്ത വായിക്കുന്ന ഉച്ചവരെ ഡ്യൂട്ടിയുള്ള ഒരാൾ ഇവരോട് ലൈവ് അവിടെ നിന്ന് ഇടുന്നുണ്ട്, എല്ലാം ചോദിക്കുന്നുണ്ട്. 4 മണിക്ക് ഡ്യൂട്ടി മാറി വന്ന ആങ്കർ വീണ്ടും അവിടെ നിൽക്കുന്ന റിപ്പോർട്ടർ ഈ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയാണ്, മാഡം ഒന്നും കൂടെ എന്താ, അയ്യോ അത് ഞാൻ പറഞ്ഞതാണല്ലോ എല്ലാം. അല്ല മാഡം, അവിടെ മറ്റേ ആള് മാറി. രാവിലെ ഇന്നാളായിരുന്നു, ഞാൻ പേര് പറയുന്നില്ല, രാവിലെ ഇന്നാളായിരുന്നു, ഇപ്പോൾ വാർത്ത വായിക്കുന്നത് ഇന്നാളാണ്, അപ്പോൾ ഒന്നും കൂടി പറയൂ. അതിന് വിധേയപ്പെടുകയാണ് ജനങ്ങളും ഭരണാധികാരികളും. ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും ഈ ചാനലിലെ ആങ്കർമാരും റിപ്പോർട്ടർമാരും ഒക്കെ പറയുന്നത് പോലെ ബിഹേവ് ചെയ്തു കൊടുക്കുന്നു. എനിക്ക് സൗകര്യപ്പെടുന്നില്ല, എനിക്ക് സൗകര്യമില്ല. ഒരു ജനപ്രതിനിധിക്ക് പറയാം, അല്ലേ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയാം, ഞാൻ രാവിലെ പറഞ്ഞതാണ്, നിങ്ങൾ വേണമെങ്കിൽ അതെടുത്ത് ടെലികാസ്റ്റ് ചെയ്യൂ, ഞാൻ എന്തിനാ നിങ്ങളുടെ പുതിയ ആങ്കർക്ക് വേണ്ടി വീണ്ടും ഞാൻ പറയേണ്ട കാര്യം എന്താ? അവിടെയാണ് നമ്മൾ കാണേണ്ട അടിമത്തം. നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന മനുഷ്യൻ ഈ ഒരു പ്രശസ്തിക്ക് വേണ്ടി, ചാനൽ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് പേടിയാണിപ്പോൾ. ഈ പേടി മുതലെടുക്കുന്നുണ്ട്. വലിയ പേടിയാണ് മനസ്സിലായില്ലേ? അപ്പോൾ ചാനലിനോട് എന്തിനാണ് വെറുപ്പ്, അല്ലെങ്കിൽ പത്രങ്ങളോട് വെറുപ്പ് എന്തിനാണ്? വെറുപ്പൊന്നുമല്ല, നമുക്ക് നിരാശയാണ്, ഹെൽപ്ലെസ്നെസ്. ആരെ സമീപിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കോടതി ഉപേക്ഷിച്ചത്, പോലീസ് സ്റ്റേഷൻ ഉപയോഗിച്ചത്, എടുക്കാത്തത്, ഇതൊക്കെ കൊണ്ടുവന്നിരുന്നത് മാധ്യമങ്ങളാണ്. അപ്പം മാധ്യമങ്ങളെ സമീപിക്കാൻ പറ്റില്ല. മാധ്യമങ്ങൾ എങ്ങനെ ഇത് വളച്ചൊടിക്കും?
ആർക്കു വേണ്ടി വാർത്ത പറയും, ഏത് സൈഡിൽ നിന്ന് വാർത്ത പറയുമെന്നുള്ളതിന് ഒരു ഷ്യൂറിറ്റി ഇല്ല. അപ്പോൾ എവിടെയും ഇല്ലാത്തൊരവസ്ഥയിൽ ജനങ്ങൾ എത്തുമ്പോൾ നമുക്ക് വീണ്ടും ഈ പറയുന്ന പോലെ ഒരു അഭിപ്രായ പ്രകടനത്തോടെ ഇപ്പോൾ ഒരു ഡയറക്ടറുണ്ട്, സനൽകുമാർ ശശിധരൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡയറക്ടർ, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു നടിയുടെ പേരിൽ ഒരു നടിയോട് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ പറയുകയും അത് ശല്യപ്പെടുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എയർപോർട്ടിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിൻ്റെ കുറിച്ചിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ശിക്ഷകൾ കൊടുക്കേണ്ട വേറെ പലരുമുണ്ട്, അദ്ദേഹത്തിന് മാത്രം. അതിനെ ന്യായീകരിക്കുകയായിരുന്നു അതിനെ എങ്ങനെയാണ് കാണേണ്ടത്? ആ ഒരു അഭിപ്രായ പ്രകടനം ഞാൻ ആ പോസ്റ്റ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണോ അതിൽ നിന്ന്? അല്ല, അവിടെയാണ് നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വളരെ ഒരംശം മാത്രം എടുത്തിട്ട് നമ്മൾ കല്ലേറ് വാങ്ങുന്ന ഒരു അവസ്ഥ. ഞാൻ ഇട്ട പോസ്റ്റ് 2 തരത്തിലാണ്. ഇപ്പൊ സ്ത്രീ ശാക്തീകരണം, വിമൻ എംപവർമെന്റ് സർക്കാരിന്റെ ഒരു ഇതാണ്. പോലീസ് ജനമൈത്രി പോലീസാണ്, എല്ലാം ആ തരത്തിലാണ് കാണുന്നത്. അപ്പോൾ റീസെന്റ് ആയിട്ടാണ് തിരുവനന്തപുരത്ത് ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ ഒരു വീട്ടിൽ ജോലിക്ക് നിന്നതും മാനമോഷണം പോയതും അവരെ വെള്ളം പോലും കൊടുക്കാതെ സ്റ്റേഷനിൽ ഇരുത്തിയതും മൂത്രമൊഴിക്കാൻ പറ്റാതിരുന്നതും മാല കിട്ടിയിട്ടും കിട്ടിയെന്ന് പറയാതിരുന്നതും പിന്നെ ആ വീട്ടുടമസ്ഥ രായ്ക്ക് രാമാനം വിദേശത്തേക്ക് കടക്കുന്നതുമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. അവസാനം പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് അവർ നിരപരാധിയാണെന്ന് കണ്ടെത്തുന്ന വാർത്ത വന്ന ദിവസമാണ് ഈ സംവിധായകൻ്റെ അറസ്റ്റ് മുംബൈയിൽ നടക്കുന്നത്. അപ്പം ഞാൻ സംസാരിച്ചതിൻ്റെ ഒരു ആംഗിൾ ഈ പരാതി കൊടുത്ത സിനിമാ നടിയും തിരുവനന്തപുരത്തെ ബിന്ദുവും എന്നെ സംബന്ധിച്ച ഒന്നാണ്. ഏത് മാനദണ്ഡത്തിൽ നോക്കിയാലും ഒന്നാണ്. സ്ത്രീയാണ്, പണിയെടുത്ത് ജീവിക്കുന്നവരാണ് രണ്ടുപേരും അവരവരുടെ കുടുംബത്തിന് വേണ്ടിയോ അവരവർക്ക് വേണ്ടിയോ റെസ്പെക്റ്റഡ് ഫീൽഡിൽ റെസ്പെക്റ്റഡായി പണിയെടുക്കുന്നവർക്ക് ആളുകളാണ്. 2 പേർക്കും ഒരേ നീതി കിട്ടണം. എന്തേ പോലീസ് 2 പേർക്കും ഒരേ നീതി കൊടുക്കാത്തത്? ഈ സിനിമാ നടി ഇതുവരെ ഒരിക്കലും പുറത്തു വന്നിട്ട് എന്നെ ഇയാളിങ്ങനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെ എൻ്റെ പിന്നാലെ നടന്ന് ഇയാൾ ശല്യം ചെയ്യുന്നു എന്ന് അവരൊരു സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടില്ല, അവരൊരു പോസ്റ്റ് ഇട്ടിട്ടില്ല. അവർ നേരെ കൊണ്ടുവന്ന് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള IG-ക്കോ DIG-ക്കോ മുഖ്യമന്ത്രിക്കോ നേരിട്ട് പരാതി കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് കമ്പിയില്ല കമ്പി പോലെയാണ് പോകുന്നത്, അല്ലേ? നേരെ പോകുന്നു. പിന്നെ അയാൾ അമേരിക്കയിലായിരിക്കുമ്പോൾ അയാളെ കണ്ടില്ല, അബ്സ്കോണ്ടിക്കാണെന്ന് പറഞ്ഞിട്ട് മറ്റേ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നു. മുംബൈ പോലീസ് തടഞ്ഞു വെക്കുന്നു. ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് പോലീസ് അവിടെ പോയി. അത്രയ്ക്കൊക്കെ ഉള്ള സംഗതി എന്താണ്? ആയിക്കോട്ടെ, അവർക്ക് അത്രയ്ക്ക് കൊടുത്തു. പക്ഷെ ബിന്ദുവിന് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അപ്പം അവിടെ ഈ സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും ദളിതർക്കായാലും ഭൂമിയില്ലാത്തവർക്കായാലും സർവോപരി മനുഷ്യർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നീതി ഒരുപോലെ തുല്യമായി വീതിക്കപ്പെടണം. അതില്ലാതാകുമ്പോൾ നമുക്ക് പറയേണ്ടി വരും പദവിയും പത്രാസും ഉള്ളവർക്ക് ഒരു നിയമമൊന്നും, അല്ലെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുമായിട്ട് അടുപ്പമുള്ളവർക്ക്, മന്ത്രിമാരുമായി സൗഹൃദമുള്ളവർക്ക്, പാർട്ടിക്കാരുമായി സൗഹൃദമുള്ളവർക്ക് മാത്രമേ ഇവിടെ ചിലത് കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ എന്നെ പോലെയുള്ളവർക്ക് സങ്കടമാണ് വരുന്നത്. സത്യത്തിൽ പ്രതിഷേധത്തെക്കാൾ കൂടുതൽ സങ്കടം വരും, ആ സമയത്ത് വിഷമം വരും. കാരണം നമ്മൾ മേലോട്ട് കൈ ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ഞാൻ ദൈവവിശ്വാസിയല്ല, അങ്ങനൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നില്ല. ഭൂമിയിലാണ്, ഇവിടെയാണ് നമ്മൾ വിശ്വസിക്കുന്ന സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് ഒരു പരിഹാരം. ആ പരിഹാരത്തിൻ്റെ 2ാം തൂണും 3ാം തൂണും 4ാം തൂണും ഒക്കെ ഇങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഈ എല്ലാവർക്കും പ്രതീക്ഷ ഉള്ളതാണ് ഈ സർക്കാരിന്. അല്ലെങ്കിൽ ഇപ്പോൾ സഖാവ് എന്ന വിളി കേൾക്കുന്ന ഒരു ശൈലജ അടക്കം ഈ പറയുന്ന ഇപ്പോഴത്തെ സർക്കാരിലൊരു പ്രതീക്ഷ ഉണ്ടാവണം. ഇപ്പം അല്ലെങ്കിൽ ഈ പിന്നോക്കം നിൽക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയും പ്രതീക്ഷയോടുകൂടി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഈ സർക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സർക്കാരും ഈ പറയുന്ന അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നില്ല എന്നുകൂടി വായിക്കേണ്ടതുണ്ടോ അതിൽ? ഞാൻ നമ്മുടെ ഈ സംഭാഷണം പോലും എങ്ങനെ വേണേലും വളച്ചൊടിക്കപ്പെടാം, മനസ്സിലായില്ലേ? ഇപ്പം ഇതിനകത്ത് നിന്നൊരു റീല് പോയി കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് ഒരു ടോട്ടൽ സംസാരത്തിന്റെ ഇല്ലില്ല, കൊടുക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞേ. ഈ സർക്കാരിനെ കുറിച്ച് വിശ്വാസമുണ്ടോ വിശ്വാസക്കുറവുണ്ടോ? ഈ വിശ്വാസവും വിശ്വാസക്കുറവും നമുക്ക് അനുഭവത്തിൽ വരുന്നതാണ്, നമ്മളെ അനുഭവിപ്പിക്കേണ്ടതാണ്.
അല്ലേ? എനിക്കൊന്നിൽ വിശ്വാസമുണ്ടോ, എനിക്ക് അമ്പലത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ പോയി പ്രാർത്ഥിക്കും, ഞാൻ പൂജ നടത്തും, ഇത് നടത്തും, നൊയമ്പ് നോക്കും, വ്രതം നോക്കും. അത് കണ്ടിട്ടാണ് അയാൾ വിശ്വാസിയാണെന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? ഇപ്പം അമ്പലത്തിൽ പോകാത്ത, കുറി തൊടാത്ത, ആചാരമര്യാദകൾ ഒന്നും പാലിക്കാത്ത ഒരാൾ വിശ്വാസി അല്ലെന്ന് പറയേണ്ടതില്ല, അല്ലേ? അവിടെയാണ് എൻ്റെ ഒരു പോയിന്റ്. ഇപ്പം പിന്നെ ഈ സർക്കാരിൽ എനിക്ക് വിശ്വാസമുണ്ടോ എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഇത് എനിക്കും കൂടി ആഭിമുഖ്യമുള്ള ഇടതുപക്ഷത്തിൻ്റെ സർക്കാരാണോ എന്നതുമല്ല ചോദ്യം. ഈ സർക്കാർ ചെയ്യുന്ന എല്ലാം കുഴപ്പമാണെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇതേപോലെയുള്ള കാര്യങ്ങളിൽ ഇപ്പം 100 കാര്യം നമ്മൾ നല്ലത് ചെയ്താലും, ഇപ്പം പലപ്പോഴും എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറയാറുണ്ട്, നിങ്ങളൊന്നും എന്താണ് നല്ലത് കാണാത്തത്? നല്ലത് കാണുന്നുണ്ട്, നല്ലതിന് കൈയടിക്കുന്നുണ്ട്, നല്ലതിനൊപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ 99 കഴിഞ്ഞ് 100ാമതൊരു തെറ്റ് വരുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് സമൂഹത്തിൽ. ആ 100ാമത്തെ തെറ്റ് വരാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കുക. മനസ്സിലായില്ലേ? 100ാമത്തെ തെറ്റ് കയ്യബദ്ധമാണോ? ആണെങ്കിൽ നമ്മൾ അങ്ങനെ കാണും, നമ്മൾ വിലയിരുത്തുന്നവരാണ്. 100ാമത്തെ തെറ്റ് മനഃപൂർവ്വമാണോ, കയ്യബദ്ധമാണോ, കണ്ണടച്ചതാണോ എന്നാണ് ചോദ്യം. നടന്നോട്ടെ, അല്ലെ അത് കുഴപ്പമില്ല, അല്ലെ അത് വിട്ടേക്ക്, അല്ലെ അവരത്രേ അർഹിക്കുന്നുള്ളൂ, അല്ലെ അവർക്ക് ചോദിക്കാൻ ആരാ, ഈ മനോഭാവമാണോ എന്ന് നമ്മൾ വിലയിരുത്തും. അവിടെയാണ് കയ്യബദ്ധമായ 100ാമത്തെ തെറ്റിന് നമ്മൾ മിണ്ടൂല. മനഃപൂർവ്വമായ തെറ്റുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് സംഭവിക്കുന്നതാണെങ്കിൽ, മറ്റാർക്കെങ്കിലും വേണ്ടി കണ്ണടച്ചു കൊടുത്തതാണെങ്കിൽ തീർച്ചയായും ചോദ്യപ്പെടും, ചെയ്യപ്പെടും. അത് ഈ സർക്കാരെന്നല്ല. ആത്യന്തികമായി നമ്മൾ സംസാരിക്കുന്നത് ഭരണകൂടത്തെക്കുറിച്ചാണ്. ഭരണകൂടം എന്ന് പറയുന്നതിന് പാർട്ടിയോ കൊടിയോ ഒന്നുമില്ല. സത്യസന്ധമായി പറഞ്ഞാൽ ലോകത്ത് മുഴുവനുമുള്ള ഭരണകൂടത്തിന് ഒറ്റ ഭാഷയേ ഉള്ളൂ, ഒറ്റ നിറമേ ഉള്ളൂ, ഒറ്റ പെരുമാറ്റ രീതിയേ ഉള്ളൂ, ഒറ്റ സ്വഭാവമേ ഉള്ളൂ. അത് പൗരനോട് എങ്ങനെ ഇടപെടും, അല്ലെങ്കിൽ അതിൻ്റെ മർദ്ദന ഉപകരണങ്ങൾ, അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവർ, അതിൻ്റെ അതോറിറ്റേറിയൻ നിലപാട്, ഇതൊക്കെ ഒന്നാണ്. അതിൽ ചെറിയ സോഫ്റ്റ്നെസ് അല്ലെങ്കിൽ ചെറിയ ഒരു ഡൈല്യൂഷൻ ഒക്കെ വരുത്താനാണ് ഓരോ സർക്കാരുകളുടെയും രാഷ്ട്രീയ കക്ഷി നിലപാടുകൾക്ക് പറ്റുക. ഈ ഇലക്ഷൻ മാനിഫെസ്റ്റോ പറയുന്നതൊക്കെ അതുകൊണ്ടാണല്ലോ. മാനിഫെസ്റ്റോ വയ്ക്കുന്നത് അതുകൊണ്ടാണ്, ഏത് നിലപാടാണ് ബെറ്റർ എന്ന് നോക്കിയിട്ട് പൗരൻ വോട്ട് ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ നിലപാട് വെക്കുന്നവരിൽ ബെസ്റ്റ് നിലപാട് നോക്കിയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത്. ആ നിലപാടുകൾ പിന്നെ പ്രാക്ടിക്കൽ വേയിൽ വരുമ്പോൾ എങ്ങനെ നടപ്പാക്കുന്നു എന്ന് നോക്കിയാണ് നമ്മൾ വിമർശിക്കുന്നതും കൈയടിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഡൈല്യൂഷൻ, ഈ ഭരണകൂടം എന്ന് പറയുന്ന സോ ആൻഡ് സോ രൂപത്തിന്, ആ ഭാവത്തിന്, ആ അന്തസത്തയ്ക്ക് എത്രമാത്രം ആനുകാലികമായും മാനുഷികമായുമുള്ള മുഖം നൽകാൻ പറ്റുന്നു എന്നുള്ളിടത്താണ് ഒരു ചോദ്യം. വ്യത്യാസം വേറൊന്നുമില്ല. ഇതിൻ്റെ തന്നെ വേറൊരു വ്യക്തിയിലേക്ക് തന്നെ വീണ്ടും വരേണ്ടതുണ്ട്. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചോദിക്കുന്നത്. വേടനിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ വേറൊരു വേർഷനാണ്. അതിനെക്കുറിച്ചും ഒരു വിലയിരുത്തുന്നുണ്ട്. വേടന് നേരെ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കവിത പഠിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് എത്തിക്കുന്നു. വേടൻ ഇപ്പോൾ വേറൊരു കേസിലേക്ക് പ്രതി ചേർക്കപ്പെടുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിനെക്കുറിച്ചും ഒരു വിമർശനം, ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പഠിക്കുന്ന കുട്ടികൾ. ഇത് എൻ്റെ കണ്ടെത്തൽ മാത്രമല്ല, ഈ സമൂഹത്തിൽ നടക്കുന്ന ഒരു ചർച്ചാ വിഷയങ്ങൾ ടോട്ടലി എടുത്തിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അതിനെക്കുറിച്ചൊരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ള ഒരാളാണെന്നുള്ള നിലയ്ക്കാണ് ചോദിക്കുന്നത്. ഒന്ന്, കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയുടെ കവിത കൊടുക്കുന്നു. അപ്പോൾ ആ വ്യക്തി എങ്ങനെ എന്നുള്ളതും കൂടി ഉറപ്പായിട്ടും സമൂഹം നോക്കി കാണും. ആ വ്യക്തിയുടെ സ്വഭാവം എന്താണ്, അയാളുടെ പ്രവൃത്തി എന്താണ് എന്നുള്ളത്. അപ്പോൾ ആ കവിത എത്തിക്കണം. അദ്ദേഹം വേറൊരു 2-3 കേസിൽ പ്രതി ചേർക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. കോടതിയിൽ ഇന്നലെ 2 ദിവസമായിട്ടുള്ളൂ ആ ഒരു സംഭവം നടന്നിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ഒന്ന് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ചോദിക്കുവാണ്. അത് ചിലപ്പോൾ എല്ലാവരും ഈ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ളത് ഇപ്പോൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. എന്നാലും ചോദിക്കണം, ആ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? വളരെ വ്യക്തമാണ് കാര്യം. കാരണം ഈ വേടൻ ഒരു പ്രതീകം മാത്രമാണ്. ആകാശത്തുനിന്ന് ഇപ്പോൾ പൊട്ടി വീണമൊന്നുമല്ല. ഇവിടെ കാലാകാലങ്ങളായി വേടന്മാരുണ്ടല്ലോ. വേടന്മാരുടെ പരമ്പരയിലെ അവസാനത്തെ ആളാണ് ഈ വേടൻ. അങ്ങനെയാണ് അതിനെ കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്.
സ്വന്തം ബുദ്ധിയും പക്ഷപാതമില്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ പൊളിറ്റിക്കലി ബയാസ്ഡ് അല്ലാതെ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ പാർട്ടിയുടെയോ അമ്പലത്തിൻ്റെയോ പള്ളിയുടെയോ ജാതിയുടെയോ ഒന്നും വക്താക്കളല്ലാതെ നിങ്ങൾ മാറി നിന്നൊരു സ്വതന്ത്ര ഹ്യൂമൻ ബീയിങ് ആയിട്ട് നിങ്ങളൊരു കാര്യത്തെപ്പറ്റി കണ്ടാൽ അവിടെ നിങ്ങളുടെ മുമ്പിൽ ലോക ചരിത്രമുണ്ട്, വിപ്ലവങ്ങളുടെ ചരിത്രമുണ്ട്, സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രമുണ്ട്, മനുഷ്യൻ കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി നടത്തിയ മറ്റു പോരാട്ടങ്ങളുടെ ചരിത്രം, ഇതിൻ്റെ എല്ലാം ഈ പ്രിഫൈസ് നമുക്കവിടെ ഉണ്ട്, ആമുഖം നമുക്കവിടെ ഉണ്ട്. അവിടെ നിന്നുകൊണ്ട് നമ്മൾ ഇന്നത്തെ 2025 വേടൻ്റെ കഥ അനലൈസ് ചെയ്യുവാണെങ്കിൽ ഇതുവരെ നടന്നതിനേക്കാളൊക്കെ സിമ്പിളാണിത്. ഒരു ചെറിയൊരു കാര്യമാണിത്. കാരണം ഇന്നിപ്പോൾ വേടൻ നിൽക്കുമ്പോൾ വേടന് ചുറ്റും സെക്യൂരിറ്റി ഫോഴ്സ് ഉണ്ടല്ലോ, കല്ല് മേടിക്കുന്നില്ലല്ലോ, കല്ലേറ് വാങ്ങുന്നില്ലല്ലോ, ആ ഒരു സംരക്ഷണം ഉണ്ടല്ലോ. ഞാൻ അതിൽ ഹാപ്പിയാണ്, മനസ്സിലായില്ലേ? കാരണം ഇതിനേക്കാൾ എന്തെങ്കിലുമൊക്കെ പറയുന്നവർക്ക് നേരെ ഇതിനേക്കാൾ ഭീഷണമായത് പ്രതീക്ഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. എല്ലാത്തരം ഈവിൾ ഫോഴ്സുകളും ഒന്നിച്ചു കൂടുന്ന ഒരു കാലത്താണ്. പോസിറ്റീവായിട്ട് നമുക്കൊന്നും വിചാരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ചില കാര്യങ്ങൾ ചെയ്ത് ഞാൻ ഇന്നലെ കൂടി ചിന്തിക്കുകയും എൻ്റെ ഒരു സുഹൃത്തുമായി സംസാരിച്ചതാണ്. സൗത്ത് ഇന്ത്യയിലൊക്കെ ഇപ്പം ഏറ്റവും കൂടുതൽ ഈ ജാതി കോമരങ്ങൾ അല്ലെങ്കിൽ മത സങ്കുചിതവാദികൾ ദബോൽക്കറേയും ഗൗരി ലങ്കേഷിനെയും അതേപോലെ അങ്ങനെയുള്ള പല ആളുകളെയും കൂടെ കൊന്നു. പക്ഷെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ കൊല്ലുന്നില്ല. ഇതിനേക്കാൾ ഭീകര വിമർശനം നടക്കുന്നുണ്ട്. പരസ്യമായിട്ട് പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞും വിളിച്ചും പേര് ചൊല്ലിയും ഭീകരമായ പാട്ടും കവിതയും തമാശയും സ്റ്റാൻഡപ്പ് കോമഡികളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അവിടെ കൊലപാതകം നടക്കുന്നില്ല. അപ്പം ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എതിര് നിൽക്കുന്ന ആളുകളുടെ ഇടയിലും ഈ പറയുന്ന സമ്പന്നതയുടെയും ശക്തിയുടെയും സ്ഥാപിത താല്പര്യത്തിൻ്റെയും ചില പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. നോർത്ത് ഇന്ത്യയിൽ കൊല്ലാനാണെങ്കിൽ അവിടെ ഒരു നല്ല ജനം ആളുകളെ കൊല്ലണം. നിങ്ങൾ ഈ ഹിന്ദി അറിയുന്നവരാണെങ്കിൽ മനസ്സിലാവും. കാരണം നല്ല ശതമാനം മനുഷ്യർ തുറന്ന് പരസ്യമായി പറയുകയാണ് കാര്യങ്ങൾ. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം മോദി തോറ്റതായിരുന്നുവെന്നും തോറ്റിട്ട് അവസാന ലാപ്പിൽ ജയിപ്പിച്ചതാണെന്നും പറയുന്ന പച്ച മനുഷ്യന്മാരുടെ വീഡിയോകൾ പരസ്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെയൊന്നും കൊല്ലുന്നില്ല. മനസ്സിലായില്ലേ? നമ്മൾ കാണേണ്ടത് ചില ആളുകൾ ലക്കിലി രക്ഷപ്പെടുന്നതേ ഉള്ളൂ ഈ കാലത്ത്. കഴിഞ്ഞ കാലത്ത് പയ്യങ്കാളി എങ്ങനെയാണ് കല്ലേറ് കൊണ്ടിട്ടല്ലേ, എന്നിട്ട് വീണോ? ഇവിടുത്തെ സവർണരും രാജകിങ്കരന്മാരും കല്ലെറിഞ്ഞതല്ലേ. കല്ലെറിഞ്ഞ ആളെന്താ വീണ് പോയിട്ടില്ല, തിരിച്ചെഴുന്നേറ്റ് വന്നിട്ട് വില്ലുവണ്ടി കയറി ആ ഏറുകൊണ്ട് വഴിയിലൂടെ വരികയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ പറയുന്ന വേടനെതിരെ 3-4 പേര് സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പേര് പറഞ്ഞിട്ട് വേടൻ നമ്മളെ പീഡിപ്പിച്ചതാണ് എന്ന് പലരും പറഞ്ഞു. അവർ പലരുടെയും മൊഴിയുടെ പേരിലാണ്, വിഷയം വേറെ അല്ലേ. അത് ശരിക്കും ഒരു മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് കരുതാൻ പറ്റുമോ? ഞാൻ എൻ്റെ സംശയമാണ്. വേടനുമായി ബന്ധപ്പെട്ട സ്ത്രീ വിഷയം ഞാൻ സംസാരിക്കുമ്പോൾ ഞാനൊരു പൊതു പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഇതിന് കുറേ ആംഗിളുണ്ട്. ഇപ്പോൾ ഫെമിനിസ്റ്റ് തിയറി വെച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. വേറൊരു തരത്തിൽ ഇവിടെ ഇതിനു മുമ്പ് നടന്ന ഒരു കേസുമായി ബന്ധപ്പെട്ട് പൊറുക്കൽ നീതി എന്ന് പറയുന്ന സംഗതി വെച്ച് സംസാരിക്കുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടും അവരുടെ പൊതു ഇടങ്ങളിലെ വിസിബിലിറ്റിയുമായി ബന്ധപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എല്ലാ കാലത്തും നമ്മൾ കാണേണ്ട ഒന്നുണ്ട്. ഞാൻ സ്ത്രീ ആയതുകൊണ്ട് എപ്പോഴും ചില ആംഗിളിൽ സംസാരിക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ സ്ത്രീക്ക് അപ്പുറം ഞാനൊരു ഇൻഡിവിജ്വലാണ്. ഞാൻ രാഷ്ട്രീയമായി കാര്യങ്ങളെ കാണുന്ന ഒരാളും വ്യക്തമായ നിലപാടുള്ള ഒരാളുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ വിഷയങ്ങളിലും സ്ത്രീപക്ഷപാതിപരമായി നിലകൊള്ളേണ്ട യാതൊരു ബാധ്യതയുമില്ല. ഞാനത് പുരുഷൻ്റെ കാര്യത്തിലായാലും സ്ത്രീയുടെ കാര്യത്തിലായാലും ഭരണകൂടത്തിൻ്റെ കാര്യത്തിലായാലും അതിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം ഈ 5 കേസ് മറ്റോ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൽ മറ്റൊരു ആംഗിളിൽ പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഒരു തുറന്ന കമ്പോളമാണ് നമ്മുടെ ഇപ്പോൾ സ്വാതന്ത്ര്യവും ഒരു കമ്പോളത്തിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിലപേശിയും അല്ലാതെയും ഒക്കെ സ്വാതന്ത്ര്യം എടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. തുറന്നു വെച്ചിരിക്കുന്ന ഒരു കമ്പോളത്തിൽ പോയിട്ട് നമ്മൾ സ്വാതന്ത്ര്യം ഇങ്ങനെ എടുത്തനുഭവിക്കുകയാണ്. ഇപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനാണ് എടുക്കുന്നത് അല്ലേ. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് സ്വാതന്ത്ര്യം, അതിൻ്റെ പരിധി നിശ്ചയിക്കുന്ന ഞാനാണ്, അതിൻ്റെ ഡിസൈൻ നിർമ്മിക്കുന്ന ഞാനാണ്, എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പിയറൻസ്, അതിൻ്റെ ഭാഷ നിർണ്ണയിക്കുന്ന ഞാനാണ്. അതിനൊന്നും സ്കൂളിംഗ് ഒന്നുമില്ല ഇവിടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത്
ഒരു സമൂഹത്തിൽ ഒരു കാര്യം ആദ്യമായി തുടങ്ങുമ്പോഴും ഇപ്പം തുറന്ന ലോകം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ചാളേ ആയിട്ടുള്ളൂ. സ്ത്രീ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചായാലും പ്രണയത്തെ സംബന്ധിച്ചായാലും ആണും പെണ്ണും ഒരു സ്ഥലത്ത് പബ്ലിക്കലി വിസിബിൾ ആകുന്നത് സംബന്ധിച്ചും ഒക്കെ നമ്മുടെ കാഴ്ചപ്പാട് ഇപ്പോഴും പ്രിമിറ്റീവ് ആൻഡ് പ്രാഗ്മാറ്റിക് അങ്ങനെയാണ് അല്ലേ, പ്രാകൃതമാണ്. മാറാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അത് യങ്സ്റ്റേഴ്സിൻ്റെയൊക്കെ നല്ല അവരുടെ ഇടിച്ചു കയറിയുള്ള ആ ഒരു ധൈര്യവും അവരുടെ കാഴ്ചപ്പാടും അവരുടെ ലൈഫ് കൊണ്ട് അവർ പ്രൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനൊപ്പമാണ്. കാരണം വേണം, മാറണം. അങ്ങനെ പതിയെ ഒന്നും മാറില്ല. ചിലപ്പോൾ ചില മതിലിടിച്ചുകൊണ്ടേ മാറാൻ പറ്റത്തുള്ളൂ. സുനാമി വരുമ്പം നമുക്ക് ഉണ്ടാകുന്ന പോലെയുള്ള ഒരു വലിയ ഇടിച്ചു കയറ്റം വേണം. അതൊക്കെ അങ്ങനെയായി അംഗീകരിക്കപ്പെടുമ്പോഴും വ്യക്തികളുടെ ബന്ധത്തിലേക്ക് വരുന്ന സമയത്ത് ഇതിന് ഒരു പേഴ്സണൽ ഡിസൈൻ ഉണ്ടാകുന്നുണ്ട്. അപ്പം എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെറ്റും ശരിയും എനിക്ക് ഫീല് ചെയ്യുന്നത് എപ്പോഴാണെന്നുള്ളതുണ്ട് ഇല്ലേ. അതെപ്പോൾ ഞാൻ പുറത്ത് പറയുന്നു എന്നുള്ള ഇപ്പം ഉണ്ട്. സ്ത്രീകൾക്ക് ട്രോമയുണ്ട്, അവർക്ക് പറയാൻ കുറേ കാലം വേണ്ടി വരും. ഇതിനെല്ലാം ഞാൻ ബഹുമാനത്തോടു കൂടി അംഗീകരിക്കുന്നു. പക്ഷേ ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഇതൊരു പക്ഷേ തെറ്റാകാം, എനിക്കിതിന് കല്ലേറ് കിട്ടിയേക്കാം. പക്ഷെ ഞാൻ ഇന്ന് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു ദരിദ്രവാസിയെ പറ്റിയും ഇവിടെ ഇതുവരെ ആരും എന്നെ അയാൾ മൊളസ്റ്റ് ചെയ്തു, എന്നെ അയാൾ പീഡിപ്പിച്ചു, എന്നെ അയാൾ വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? അല്ല, അങ്ങനെ പറയുന്ന കേസുകളുണ്ട്. പക്ഷെ പുറത്ത് വരുന്നത് കേക്കൂ, അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ പറയുന്നത് പബ്ലിസിറ്റിക്ക് വരുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താ വേണ്ടത്? നിങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇന്ന വീട്ടിൽ ഇന്നാറുടെ മകൻ ഇന്നാള് എന്നെ ഇങ്ങനെ പറഞ്ഞു പീഡിപ്പിച്ചു. അത്തരം കേസുകളുടെ സ്വഭാവം അതാണ്. അല്ല, നിങ്ങൾ ഇപ്പോ ഇയാളുടെ കാര്യത്തിൽ തന്നെ എടുത്താൽ ഏതോ ഒരു മുരളി ദാസ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആരറിയും? ആർക്കറിയാൻ പറ്റും? അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് ആർക്കും, ഞാനും നിങ്ങളും വായിക്കുക പോലും ഇല്ല ചിലപ്പോൾ, അല്ലേ? അത്തരം കേസുമായിട്ട് നമ്മൾ നിങ്ങൾക്ക് അത്തരം കേസ് കൊടുക്കണമെങ്കിൽ, കേസ് പറയണമെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ടി വരുന്നത് പോലീസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ വേറെ തരത്തിലൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും അപ്രസക്തരായ ആളുകളെ കുറിച്ചുള്ള കേസുകളൊന്നും നമ്മൾ അറിയുന്നില്ല. അതൊക്കെ റിയലുമായിരിക്കും. പലപ്പോഴും അങ്ങനത്തെ റിയൽ കേസുകൾക്ക് നീതി കിട്ടാതെ പോകുന്നുണ്ട്. പല പെൺകുട്ടികളും ട്രോമ എടുത്തും പിന്നെ മാനസികമായി സമനില തെറ്റിയും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട്. എനിക്ക് ധാരാളം ആളുകളെ അറിയാം. കാരണം ഇതാണ് പ്രശ്നം. 4 ആൾ അറിയുന്ന ആളുകളുടെ കേസ് മാത്രമേ പോലീസും എടുക്കുകയുള്ളൂ. നമ്മൾ മുമ്പേ സിനിമാ നടിയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. ഒരു സാധാരണ കേസ്, ഒരു വ്യക്തിയുടെ പെയിന് അല്ലെങ്കിൽ അവർ കടന്നുപോയ ട്രോമ, ഇതിനിവിടെ വാല്യൂ ഇല്ല. പകരം സോ ആൻഡ് സോ കോർട്ടിൽ നിൽക്കുന്ന ആളുകൾ, ഏതെങ്കിലും തരത്തിൽ വൈറലായ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആളുകളെ പറ്റി പരാതി പറഞ്ഞാലേ നമുക്കും അറ്റൻഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കേസ് 5 വർഷം മുമ്പുണ്ടായതോ 4 വർഷം മുമ്പുണ്ടായതോ ഒക്കെ ആയ കേസുകൾ ഇപ്പോഴാണ് അവർക്ക് ഇത് പറഞ്ഞാൽ ഇതിനൊരു വാല്യൂ ഉണ്ടാകുമെന്നോ ഇതിനൊരു അറ്റൻഷൻ കിട്ടുമെന്നോ തോന്നിയിട്ടുണ്ടാകാം. അതൊരു കാര്യം. മറ്റൊന്ന്, ഇടയ്ക്ക് ഒന്ന് ഖണ്ഡിച്ചുകൊണ്ട് പറയട്ടെ. ഒരാൾ ഡോക്ടറാണ്. അങ്ങനെ ഒരു വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം ഒരു വ്യക്തിത്വത്തെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കൊണ്ടിട്ട് കൊടുക്കും എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുമോ? പറയാനേ പറ്റില്ല, പറയാൻ പാടുമില്ല. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളും സ്വയം ബഹുമാനമുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. സെൽഫ് റെസ്പെക്ട് ഈസ് ദ ഫസ്റ്റ് തിങ്. നിങ്ങൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ, നിങ്ങൾക്കൊരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കണമെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് ആർജവത്തോട് പറയണമെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് വേണം. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങൾ കൺഫ്യൂസ്ഡ് പേഴ്സണാലിറ്റി ആയിരിക്കും. അപ്പം അത് വളരെ കറക്റ്റാണ്. ഇപ്പോൾ ചോദ്യം വളരെ കറക്റ്റാണ്. ഒരിക്കലും പറയാൻ പാടില്ല, പറയാൻ പറ്റില്ല. പക്ഷെ പിന്നെ ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇപ്പം ഇതിലൊക്കെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്നാണ് ഒരു ഡോക്ടറുടെ കേസ് വന്നിരിക്കുന്നത്. പിന്നൊരു കുട്ടി റിസർച്ച് ചെയ്യുന്ന കുട്ടിയാണ്. അവിടെയാണ് ഞാനും കൺഫ്യൂസ്ഡാണ്. എങ്ങനെയാണ് വിവാഹ വാഗ്ദാനം നൽകി സെക്സ് നടത്തി എന്ന് പിന്നീട് പറയാൻ പറ്റുക എന്ന് എൻ്റെ ഒരു ധാർമ്മിക ചോദ്യം വരികയാണ്. കാരണം ഈ അവിടെ ചോദ്യങ്ങൾ വേറെയുമുണ്ട്. വിവാഹത്തെ നിങ്ങൾ ഇത്ര വലുതായി കാണുന്നു, വിവാഹം ലൈഫിൻ്റെ അൾട്ടിമേറ്റ് ഗോളായി നിങ്ങൾ കാണുന്നു. അപ്പോഴാണല്ലോ അത് ചെയ്തു കൊള്ളാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സർവം പിന്നെ ഇപ്പം വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നവർക്ക് വിവാഹം മൂല്യവത്തായ ഒന്നാണ്. അപ്പം തന്നെ അതിൽ വേറൊന്നും കൂടിയുണ്ടല്ലോ സമാന്തരമായിട്ട് പോകുന്നത്. ഈ പ്രതി എന്ന് പറയുന്ന ആളിന് ആ വിവാഹത്തിന് വലിയൊരു വാല്യൂ അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധമുള്ളത് കൊണ്ടാണല്ലോ അതിൽ കയറി പിടിക്കുന്നത്. വിവാഹം കഴിച്ചു കൊള്ളാം, അതല്ലാതെ വിവാഹം കഴിക്കാതെ എനിക്ക് നിന്നെ പ്രാപിക്കണം എന്ന് തോന്നിയാൽ
അവരത് അതിന് വഴങ്ങിയില്ല എങ്കിൽ, അവർ വഴങ്ങണമെങ്കിൽ ആ വിവാഹം എന്ന് പറയുന്ന ഒരു സ്വപ്നം, അവർക്ക് വലിയ ഡ്രീം ഉണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ്, ആ ബോധ്യത്തിൽ നിന്നിട്ടാണ് ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് തന്റെ കാര്യം ഞാൻ പറയുന്നത് എങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല, ഞാൻ പറയുന്നത് അത്ര തന്നെയുള്ളൂ. അപ്പോൾ ആ ഒരു വിഷയത്തിനെ എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് അതിൽ കയറി പിടിച്ചിട്ടാണല്ലോ അങ്ങനെ അവര് പറഞ്ഞിരിക്കുന്ന മൊഴിയും അങ്ങനെയാണ്. എന്നെ നമ്മളിപ്പോ പറഞ്ഞു പോയതുപോലെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. അതെപ്പോഴും ഒരാൾ അങ്ങനെ പറയണമെങ്കിൽ വിവാഹം കഴിച്ചാലേ നിനക്കിത് മേടിച്ചു തരാം, അല്ലെങ്കിൽ എനിക്ക് അത് തന്നാൽ ഇത് തരാം എന്ന് പറയുന്ന ഒരു വാക്കല്ലേ, അതൊരു ഒരു പ്രതീക്ഷ കൊടുപ്പല്ലേ, അതൊരു ചതിയല്ലേ എന്നാണ് ഇത് വളരെ കോംപ്ലക്സ് ആയ ഒരു വിഷയം. നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷയമാണ്. എന്നെ സംബന്ധിച്ച് ഈ വിവാഹം, ഈ സ്ത്രീ പുരുഷ ബന്ധം, ഇതിലാണ് നമ്മുടെ സമൂഹത്തിന്റെ ഫുൾ ഫോക്കസ്. മനസ്സിലായില്ലേ? ഇതൊരു ജനിച്ച് മനുഷ്യൻ മരിക്കുന്നതിൻ്റെ ഇടയിൽ സ്വാഭാവികമായി ഇഷ്ടമുള്ളത് ചെയ്യുന്ന ഒരു വളരെ കേവലമായ ഒരു പ്രാധാന്യമില്ലാത്ത കാര്യം. നിങ്ങൾ ഏത് കടയിൽ കയറി മന്തി കഴിക്കണം, ഏത് കടയിൽ കയറി ജ്യൂസ് കുടിക്കണം എന്ന് തീരുമാനിക്കുന്നത് പോലെ നിങ്ങൾ ആരോടൊപ്പം സെക്സ് നടത്തണം, ആരോടൊപ്പം കിടക്ക പങ്കിടണം, ആരോടൊപ്പം ട്രെയിനിൽ യാത്ര ചെയ്യണം, ആരോടൊപ്പം ഫ്ലൈറ്റിൽ പോകണം, ഏത് കൂട്ടുകൂടി തായ്ലൻഡിൽ പോകണം എന്ന് തീരുമാനിക്കുന്ന ഒരു തീരുമാനം മാത്രമാണിത്. ഇതിന് വലിയ ആനയായും ചക്കയായും പൂജാരിയുടെ സാന്നിധ്യത്തിൽ മറ്റേത് ചെയ്ത് മറിച്ചത് ചെയ്ത് ഇനിയിപ്പം ഇപ്പൊ ഈ സെക്സ് നടത്തി എന്ന് പറയുന്ന ആളും പിന്നെ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ വെർജിനിറ്റി മോഡിലാണ് കല്യാണമൊക്കെ നടത്തുന്നത്. എന്താണ് ഈ വെർജിനിറ്റി? അതും വലിയൊരു പുതിയ തേങ്ങയാണല്ലോ. നോക്കൂ, ഇതൊരു കള്ളത്തരത്തിന്റെ കൂടാരമാണ്. ഈ കല്യാണവും കുടുംബവും ഇതെല്ലാം ഭയങ്കര ഒരു കള്ളത്തരമാണ്, പറ്റിക്കലാണ്. ഇത് മനുഷ്യനെ ഭയപ്പെടുത്തലാണ്. മനസ്സിലായില്ലേ? നാളും പക്കമൊക്കെ നോക്കി നിങ്ങൾ കല്യാണം കഴിച്ചു, അടുത്ത ദിവസം ഒരാൾ പോയാലും കുഴപ്പമില്ല. അതേസമയം രണ്ടാളുകൾ പ്രേമിച്ച് പോയി കല്യാണം കഴിച്ചിട്ട് അടുത്ത ഒരുത്തിന് കാലയിൽ മുള്ളു കൊണ്ടാലും പറയും, കണ്ടോ ജാതകം നോക്കാഞ്ഞിട്ടാ, കണ്ടോ മുഹൂർത്തം തെറ്റിച്ചിട്ടാണ്, കണ്ടോ മറ്റേ 8 പൊരുത്തം 10 പൊരുത്തം ഇല്ലാഞ്ഞിട്ടാണ്. ഇത്ര അസംബന്ധകരമായിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിലാണ് ഇത് നടപ്പാക്കുന്നത്. ഇവർക്ക് പെൻസിൽ ഇഞ്ചക്ഷൻ എടുക്കണമെന്നറിയാം. കല്യാണം കഴിക്കാൻ പോകുന്ന ഏതെങ്കിലും ഒരു വീട്ടിൽ ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും ഇന്നും ഇപ്പൊ കേരളത്തിലെ HIV റേറ്റ് എന്താണ്? ഇപ്പോൾ നിങ്ങൾ പറയൂ. ഇന്ന് നമ്മൾ ഈ ഇരിക്കുന്ന രാവിലെ ഏറ്റവും കൂടുതൽ HIV റേറ്റ് കേരളത്തിൽ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഒരാഴ്ച മുമ്പ് ഏതെങ്കിലും ഒരു കല്യാണ നിശ്ചയം നടത്തുന്ന സമയത്ത്, ആലോചന നടത്തുന്ന സമയത്ത് പെണ്ണിന്റെയും ചെക്കന്റെയും HIV പരിശോധിക്കണമെന്ന് ഇനി സർക്കാർ പറയേണ്ടി വരും. ഇത് സർക്കാർ അനൗൺസ് ചെയ്യേണ്ടി വരും. HIV കാരണം ഇത് പെറ്റ് വരുമോ അല്ലെങ്കിൽ? മനസ്സിലായില്ലേ? ഇപ്പൊ HIV ഉണ്ടാകുന്നത് പണ്ട് ആണെന്നല്ല, സെക്സ് നടത്തുന്നതുകൊണ്ട് മാത്രമല്ല, മയക്കുമരുന്നിന്റെ ഉപയോഗം കൊണ്ടും സിറിഞ്ചുകൾ മാറി മാറി കുത്തുന്നതുകൊണ്ടും ഒക്കെ HIV പകരുന്നുണ്ട്. ആരെങ്കിലും ഇതിനെക്കുറിച്ച് ബോധേടാണോ? എല്ലാവരും കല്യാണം നടത്തിപ്പിക്കാനും പ്രജനനം നടത്തിപ്പിക്കാനും പിന്നെ കൊച്ചുങ്ങളെ താരാട്ട് പാടാനും കാത്തിരിക്കുന്ന അച്ഛനമ്മമാർ, ഒരു 10-40 വർഷത്തെ അവരുടെ മൊത്തം അധ്വാനം ഒറ്റ ദിവസം കൊണ്ട് പൊടിച്ച് കാശാക്കി കണ്ണ് മഞ്ചലിപ്പിച്ച് കളയാൻ നിൽക്കുന്ന പേരൻസ്, കുട്ടികളുടെ സുരക്ഷയ്ക്കും അവരുടെ ആരോഗ്യത്തിനു വേണ്ടി ഹെൽത്ത് ടെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമുള്ള ഏതെങ്കിലും അച്ഛനമ്മമാർ കേരളത്തിലുണ്ടോ? കേരളത്തിൽ എത്ര അച്ഛനമ്മമാർ കല്യാണം ഇതുവരെയുള്ള എന്നെ ഇനി കേൾക്കാൻ പോകുന്ന അച്ഛനമ്മമാരോട് ചോദിക്കുക, ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല ബോധവും വിവരമുള്ളവരാണ്. കുട്ടികളുടെ ബ്ലഡ് ടെസ്റ്റ് പരിശോധിക്കുക, HIV പരിശോധിക്കുക, ഏതെങ്കിലും സാംക്രമിക രോഗം ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇത് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനെയുള്ളിടത്ത് ഈ വിവാഹം എന്ന് പറയുന്ന വാഗ്ദാനം നൽകി ഒരാളെ സെക്സ് നടത്താൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പരാജയമാണ്. ഈ സെക്സും ഈ പറയുന്ന വിവാഹവും ഒക്കെ എന്തോ അതിപരിപാവനമായ ഒന്നാണെന്നും അത് അങ്ങനെ തന്നെ നിലനിന്നാലേ നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അതിന്റെ കെടുതി മാത്രമാണിത്. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഇഷ്ടമില്ലാത്ത ഒരാൾ എന്നെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു കുട്ടിയെ വിളിക്കുകയാണ്, എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ വിവാഹം കഴിക്കാന്ന് പറഞ്ഞാൽ ഞാൻ സെക്സ് നടത്തുമോ? എനിക്കിഷ്ടമില്ല ഒരാളെ. വഴിയെ പോകുന്ന ഒരു ഗോവിന്ദച്ചാമി സെക്സ് നടത്താൻ വിളിച്ചാൽ പോവോ ആരെങ്കിലും? ഇനി അവൻ കല്യാണം കഴിച്ചോളാന്ന് പറഞ്ഞാൽ പോവോ? സെക്സ് സംഭവിക്കുന്നത് ചില ആൾക്കാർക്ക് പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ സെക്സ് നടക്കുമായിരിക്കും, എനിക്കതറിയില്ല. പക്ഷേ ഈ സെക്സ് നടക്കുന്നത് എപ്പോഴാണ്? നിങ്ങളൊരു മ്യൂച്വൽ ലെവലിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി ഒരു 2 ദിവസം 4 ദിവസം. കാരണം സെക്സ് നടത്താൻ ഇപ്പോഴും നമുക്ക് പുൽമേട്ടിലൊന്നും കിടന്നിവിടെ കേരളത്തിൽ സെക്സ് നടത്താൻ പറ്റില്ല അല്ലേ? പൊതു ഇടത്തിൽ കാറിലിരുന്ന് വർത്താനം പറഞ്ഞാൽ പോലും തൊട്ടടുത്ത വീട്ടുകാരെ ആക്രമിക്കാൻ ചെല്ലുന്ന ഒരു നാടാണ് കേരളം ഇപ്പോഴും. മൊറാലിറ്റി എന്ന് പറയുന്ന കപടമുഖം അണിഞ്ഞ് നടക്കുന്ന സൂപ്പർമാൻമാരുടെ നാടാണ് കേരളം. അപ്പൊ അവിടെ അതൊന്നും പറ്റില്ല. അപ്പോൾ ഈ സെക്സിലേക്ക് എത്തുന്നതിന് കുറച്ചൊരു ഘട്ടമുണ്ട്. മനുഷ്യൻ ചായ കുടിക്കാൻ പോവുക, കാപ്പി കുടിക്കാൻ പോവുക, പാർക്കിൽ പോവുക, ഒന്നിച്ച് സിനിമ കാണാൻ പോവുക, പിന്നെ ബൈക്കിലിരുന്ന് യാത്ര പോവുക, അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ സെക്സ് നടത്തുന്നു എങ്കിൽ
അത് വിവാഹം വാഗ്ദാനം കൊണ്ട് മാത്രമല്ല, അവർ തമ്മിലൊരു സിങ്ക് ഉണ്ടാകുന്നതുകൊണ്ടാണ്. അവരുടെ ബോഡി ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു മാനസിക അടുപ്പം അവരിലേക്ക് ഉണ്ടാകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അടിമകളായിരിക്കണം. നമ്മൾ മലയാള സിനിമ കണ്ടിട്ടുള്ള പോലെ മറ്റേതിനെ മുതലെയൊക്കെ കുളത്തിൽ കൊണ്ടിട്ട് പേടിപ്പിച്ചിട്ട് ഇപ്പം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ പിടിച്ച് അവിടെ ഇട്ട് കൊടുക്കുമെന്ന് പറയുന്ന തരത്തിലുള്ള പേടിപ്പിച്ച് കല്യാണം കഴിച്ചോളാം, ഇപ്പം സമ്മതിക്കണമെന്ന് പറയുന്ന അവസ്ഥയാണെങ്കിൽ ഓക്കെ. പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല. ഇവർ അങ്ങോട്ട് ഫ്ലാറ്റിൽ പോകുന്നു, ഇങ്ങോട്ട് ഫ്ലാറ്റിൽ വരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്ന കഥകൾ. അവിടെ ഈ അന്തിമ ആക്ഷനിൽ എത്തുന്നതിന് മുമ്പുള്ള ഇവരുടെ മാനസികമായ അടുപ്പവും അവരുടെ ഇഷ്ടവും ഈവൻ ഒരു പരസ്പരം അടുപ്പമുള്ള റേപ്പ് ചെയ്യുന്ന കേസാണെങ്കിൽ ഓക്കെ, ബോഡി ഓർഡർ ഒന്നും ഒരു പ്രശ്നമല്ല. ഞാൻ മനഃശാസ്ത്രപരമായി കൂടി സംസാരിക്കുകയാണ്, മനസ്സിലായില്ല. ഞാനൊരു കഥാപാത്രം അനലൈസ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റും കൂടി ആയതുകൊണ്ട് ഞാൻ പറയുവാണ്. ഇപ്പം നിങ്ങൾക്ക് ബോളിവുഡിൽ നിന്നൊക്കെ തന്നെ കേൾക്കാം, കുറേ വർഷം കഴിഞ്ഞിട്ട് നടിമാർ പറയുന്നുണ്ട് അവൻ രാവിലെ എഴുന്നേറ്റ് പല്ല് പോലും തേക്കാതെ ഇൻറ്റിമേറ്റ് സീനിൽ അഭിനയിക്കാൻ വന്ന നാറിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാനൊരു പ്രശസ്ത നടിയുടെ കേട്ടു. അപ്പം ഈ ബോഡി ഓർഡറിനും നിങ്ങളുടെ സ്മെല്ലിനും ഒക്കെ തന്നെ അടുത്ത സെക്സ് നടത്തുമ്പോൾ ഇണയുമായിട്ട് പ്രശ്നമുണ്ട്. അത് മെന്റൽ എലൈക്നെസ്സോ ഒരു താതാത്മ്യപ്പെടലോ ഇല്ലാതെ പറ്റില്ല. അപ്പൊ വിവാഹ വാഗ്ദാനം കൊടുത്തത് കൊണ്ട് മാത്രം പറ്റില്ല. നിങ്ങൾക്ക് മാനസികമായ പ്രിപ്പറേഷനും സമ്മതവും കൂടി ഉള്ളത് കൊണ്ടാണ് നടക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം കൂടിയുണ്ട് അവിടെ. നമ്മൾ വഞ്ചിക്കരുത്. നമ്മളെ ഇഷ്ടമുണ്ടായി നമ്മൾ ചെയ്ത ഒരു കാര്യത്തെ പിന്നീട് നമ്മൾ പറയുമ്പോൾ, ഇപ്പോൾ പല ഡിവോഴ്സ് കേസിൽ ഞാൻ ഇന്നലെ കണ്ട ഒരു ആങ്കർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു സാധനം കണ്ട്, ഞാൻ പേര് പറയുന്നില്ല, കേരളത്തിലെ അവരിപ്പോൾ 2ാമതൊരു കല്യാണം കഴിച്ചു. അവർ പറയുന്നുണ്ട് ആദ്യത്തെ വിവാഹം ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് വക്കീൽ പറഞ്ഞിരുന്നു ധാരാളം കാര്യങ്ങൾ കള്ളം പറയാൻ, വായി തോന്നിയ പോലെയൊക്കെ പറയാൻ, കേസിന് ബലം കിട്ടും. അപ്പം ഞാനത് പറഞ്ഞു. പിന്നെ എനിക്ക് കുറ്റം തോന്നി, ഞാൻ അവസാന സമയത്ത് ഞാൻ ബാക്കടിച്ചു, ഞാനതൊക്കെ പിൻവലിച്ചു എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്. നമ്മൾ വെറും കറുപ്പും വെളുപ്പും മാത്രമല്ല കാര്യം. ഞാൻ കാണുന്ന അങ്ങനെയാണ്, ഗ്രേ ഏരിയാസ് ഉണ്ട് എല്ലാത്തിലും. ഇപ്പം ഈ പറയുന്ന വേടൻ എന്ന് പറയുന്ന ആള്, എനിക്ക് അയാളെ നേരിട്ട് അറിയില്ല. നമ്മളിതെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു സോഷ്യൽ ഇഷ്യൂ എന്നുള്ള തരത്തിലാണ്. അയാൾ പെർഫെക്റ്റ് ആണോ, കുറ്റം ഒന്നും അറിയില്ല. അയാൾ ആക്രമിക്കപ്പെടുന്നതിൻ്റെ ഒരു ഡയഗ്രത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിതിനെ അനലൈസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒന്നിനു പിറകെ കേസ് വരുന്നത്? ഒരാൾ കേസ് കൊടുക്കുന്നു, അത് ജാമ്യം കിട്ടുന്നു, അടുത്ത ആൾ കേസിന് വരുന്നു, അതിലും ജാമ്യം കിട്ടുന്നു, വീണ്ടും കേസിന് വരുന്നു. ഈ പറയുന്ന കാലത്തൊക്കെ വേടന് കൂലിയും വിലയൊന്നും ഇല്ലാത്ത ഒരാളാണ്. അയാൾ പ്രശസ്തനുമല്ല. അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അയാൾ കൺസ്ട്രക്ഷൻ ജോലിക്ക് പോകുന്ന ആളും കൂലിവേലയ്ക്ക് പോകുന്ന ആളും ഒക്കെയാണ്. അങ്ങനെയുള്ള ഒരാളിനെ അയാൾ വിവാഹ വാഗ്ദാനം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഡോക്ടറും റിസർച്ച് ചെയ്യുന്ന ആളുകളും ഒക്കെ ആയിട്ടുള്ള ആളുകൾ അവരുടെ ഇഷ്ടമില്ലാതെ നടത്താൻ പറ്റുന്ന ആക്ഷനാണ് സെക്സ് എന്ന് ഞാൻ തോന്നുന്നില്ല. അല്ലെങ്കിൽ റേപ്പ് ആയിരിക്കണം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പറയുന്ന പോലെ ഒരു തെറ്റുകാരനായിട്ട് വരുന്നില്ല എന്നുകൂടി കാണേണ്ടതുണ്ടോ? അവിടെയാണ് വ്യത്യാസം. ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഒരേ വിഷയത്തിന് തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു അധികാര രാഷ്ട്രീയത്തിന്റെ പരിച്ഛേദമായി അതിന്റെ പ്രിഫൈസിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെല്ലാം അനലൈസ് ചെയ്യുന്നത്. വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളി അധികാരത്തിന്റെ എന്തെങ്കിലും പിൻപറ്റുന്ന ആളല്ല. പട്ടിണിയുടെ പര്യായമാണ്, പലായനത്തിന്റെ പര്യായമാണ് അയാള്. അയാളുടെ അമ്മ സഞ്ചരിച്ചു വന്ന വഴി വേറെയാണ്, അച്ഛൻ്റെ ചരിത്രം വേറെയാണ്, അയാളുടെ ചരിത്രം വേറെയാണ്. അപ്പോൾ അയാള് തന്നെ ഭൂമിയുടെ അടിയിൽ കിടക്കുന്ന ഒരാളാണ്, ആ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ നിൽക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ മനുഷ്യന്മാരെ ഭരിക്കാൻ വേണ്ടി നിയമം ഉണ്ടാക്കുന്ന സഭയിലെ അംഗമാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഒന്നായിട്ട് പറയാൻ പറ്റുക? അയാൾക്ക് ഈ ആനുകൂല്യം കൊടുക്കാൻ എങ്ങനെയാ പറ്റുക? അയാളുടെ കാര്യത്തിൽ പറയുന്നത് നോക്കൂ, അവിടെയും നിങ്ങൾ കാണണം, അയാൾക്കെതിരെ പരാതി പറഞ്ഞ ഒറ്റയാളും പോലീസിന് മുമ്പിൽ ഹാജരാവാൻ തയ്യാറല്ല. കാരണം അതൊക്കെ സ്വമേധയാ പറഞ്ഞതാണ്. വേടന്റെ കാര്യത്തിൽ എല്ലാവരും പോലീസ് കേസ് കൊടുക്കുന്നു, വേടനെ അറസ്റ്റ് ചെയ്യുന്നു, ജാമ്യത്തിൽ വിടുന്നു, മറ്റെടുക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നത്? നിങ്ങൾ അനലൈസ് ചെയ്തത് എന്താ? എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിരെ വിളിച്ച് അവിടെ ഇവിടെ ഇരുന്നുകൊണ്ട് മുഖമില്ലാതെ സ്ത്രീകൾ അഭിപ്രായം പറഞ്ഞു? എനിക്ക് അതിനോടും കടുത്ത വിയോജിപ്പാണ്. നിങ്ങൾക്ക് പറ്റിയ അനീതിയെക്കുറിച്ച്, ഇനി അബോർഷൻ നടത്തിയ കുട്ടിയായാലും അവരോടൊക്കെ അനുതാപമുണ്ട്, സഹതാപമില്ല, എമ്പതിയുണ്ട്, സിമ്പതിയില്ല. കാരണം അവർ പവർഫുൾ ആകേണ്ടതാണ്. ഒരു ഗർഭമോ ഒരു അബോർഷനോ ഒരു പ്രണയമോ ഒന്നും അല്ല ഒരാളിൻ്റെ ആത്യന്തികമായ ജീവിതം നിർണ്ണയിക്കുന്ന ഡിസൈൻ, അല്ലെങ്കിൽ അതല്ല ആപ്തവാക്യം ജീവിതത്തിലെ ആകേണ്ടത്. അത് ശരീരത്തിൻ്റെ ഒരു പ്രോസസ്സ് മാത്രമാണ്. നിങ്ങൾ ചെയ്ത ആക്ഷൻ്റെ പ്രതിഫലനം. വേറെ തരത്തിൽ പറഞ്ഞ
അതിനെ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നു, വേണമെന്ന് വെക്കുന്നു, കഴിഞ്ഞു. അങ്ങനെയും കാണാൻ പറ്റണം. കാരണം നമ്മൾ തുറന്ന ലോകത്താണ് ജീവിക്കുന്നത്. എന്തിനും ധൈര്യപൂർവ്വം ഇറങ്ങുന്ന ആളുകൾ എന്തിൻ്റെയും കോൺസിക്വൻസും കൂടി മുൻകൂട്ടി കാണാനുള്ള വിദ്യാഭ്യാസവും കൊടുക്കേണ്ട ആവശ്യകത ഇവിടെ ഉണർന്നിരിക്കുന്ന ഭരണാധികാരികൾ കാണണം. അല്ലാതെ ഒരാളുടെ പിന്നെ പീഡിപ്പിച്ച കേസ് വരുമ്പോൾ അതിന് പോയിട്ട് തലോടുകയും താരാട്ട് പാടുകയും അല്ല വേണ്ടത്. കൂടെ ഒന്ന് നിന്നു, ഫോട്ടോ എടുത്തു, അതുകൊണ്ട് കഴിഞ്ഞു. അടുത്ത കേസ് വരുമ്പോൾ വീണ്ടും വരുന്നു. പെൺകുട്ടി പിന്നെ പീഡിപ്പിക്കപ്പെടുമ്പോൾ അല്ലെ വീട്ടിൽ പൊള്ളലേറ്റ് മരിക്കുമ്പോൾ സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിക്കുക, കുറേ പേരെ മാലയിടുക, കുറേ പേരെ പിന്നെ വേറെ കുറേ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് സ്ത്രീ ശാക്തീകരണം എന്നും പറഞ്ഞ് മെമൻറ്റോ കൊടുക്കുക, ആദരിക്കുക. ഇതൊക്കെ കൊണ്ട് എന്താണ്? ഇതൊക്കെ ബ്രെഡിൻ്റെ പുറത്ത് ജാം വയ്ക്കുന്ന പരിപാടിയാണ്. ഞാൻ പറഞ്ഞു വന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കൂ, സോഷ്യൽ മീഡിയയിൽ എന്ത് സപ്പോർട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. വേടനുണ്ടോ സപ്പോർട്ട്? വേടന് ആദ്യം മുതൽ, തുടക്കം മുതൽ ഈ നിമിഷം വരെ ഭീകരമായ ഹെയ്റ്റ് ക്യാമ്പയിനാണ് വേടനെതിരെ നടക്കുന്നത്. അയാളെ വിളിക്കുന്ന തെറി എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ പൊളിറ്റിക്കലായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എതിർകക്ഷിയിൽപ്പെട്ട ആളുകൾ ചില പിന്നെ കമൻറ്റുകൾ ഇടുന്നു എന്നുള്ളത് ഒഴിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സേഫാക്കി നിർത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിയും പിന്നെ ഞാൻ പറയുന്ന പ്രതിപക്ഷ പാർട്ടിയും എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിനെ സേഫാക്കി നിർത്തിയിരിക്കുകയാണ്. ഇത് രണ്ടും രണ്ടാണ്. അധികാരമുള്ളവൻ സ്ത്രീയെ പീഡിപ്പിച്ചാൽ അവന് കിട്ടുന്ന പ്രിവിലേജും പട്ടിണിക്കാരനായ ഒരു മനുഷ്യൻ വഴിയെ പോകുമ്പോൾ വായി നോക്കിയാൽ അവന് കിട്ടുന്ന പ്രിവിലേജ് രണ്ടും രണ്ടാണ്. ഒരുത്തൻ ജയിലിലും കിടക്കും, ഒരുത്തൻ നിയമസഭയിലും ഇരിക്കും. അതാണ് വ്യത്യാസം. നേരത്തെ നമ്മൾ സംസാരിച്ച് പോയപ്പോൾ ഈ പെൺകുട്ടികൾ കല്യാണം കഴിക്കുന്ന കാര്യം അത് പറഞ്ഞു പോയി. വിവാഹമാണ് ഏറ്റവും വലിയൊരു സംഭവമായിട്ട് വരുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സംഭവമുണ്ട്. കുട്ടികളെ എങ്ങനെയാണ് വിദ്യാഭ്യാസം ചെയ്യിക്കേണ്ടത്? എന്താണ് പാഠപുസ്തകം മാത്രം പഠിപ്പിച്ചു കൊടുക്കുക, അതിൽ കണക്കും സൈക്കോളജിയും ഓരോ സബ്ജക്റ്റുകൾ മാത്രം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു കാലാകാലങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നൊരു രീതി അതാണല്ലോ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഉള്ളത്, നേരത്തെ പറഞ്ഞു, വിവാഹം പോലും ഈ പറയുന്ന 10-8 പൊരുത്തം നോക്കുന്ന വിശ്വാസമാണ് ഇതിൻ്റെ പിന്നിൽ വരുന്നത്. സ്കൂളിൽ പോലും ആ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് പോലും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെ ഭൂമി ഉണ്ടായെന്നും ജീവജാലങ്ങൾ എങ്ങനെ ഉണ്ടായെന്നും പഠിപ്പിക്കുമ്പോൾ തിരിച്ച് അവരെ ദൈവവിശ്വാസം കൂടി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പിന്നെ വീട്ടിൽ വന്ന് പൂജിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ടീച്ചേഴ്സും ഉണ്ട്. ഏത് കുട്ടികൾ പഠിക്കണം എന്നുള്ളൊരു രീതിയുണ്ട്. ദൈവമേ എന്നുള്ളൊരു വാക്ക് അവിടെ പഠിപ്പിക്കുന്നു. ഇതൊക്കെയുണ്ട്. ഇതെങ്ങനെയാണ് ചേർന്ന് പോകുന്നത്? കുട്ടികൾ ഏതാണ് വിശ്വസിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഇതൊക്കെ പഠിച്ചു വളരുന്നതിൻ്റെ വീട്ടുകാരടക്കം ടീച്ചേഴ്സ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസ രീതികൾ അത് വീട്ടിലേക്ക് എത്തുമ്പം സ്കൂൾ പാഠപുസ്തകം പഠിക്കുകയും വേണം, എന്നാൽ ഇതെല്ലാം ഉണ്ടാക്കിയത് ദൈവമാണെന്ന് സയൻസ് ഒരിടത്ത് പഠിപ്പിക്കുകയും ദൈവമാണെല്ലാം ഉണ്ടാക്കിയെന്ന് കുട്ടികളെ വൈകുന്നേരം പൂജാമുറിയിലോ അല്ലെങ്കിൽ കുരിശിൻ്റെ മുമ്പിലോ ഏത് വിശ്വാസത്തിൻ്റെയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഏതിൻ്റെ ആയാലും പിൻബലത്തിൽ നിന്ന് ഇതും കൂടി പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊരു കൺഫ്യൂസ്ഡ് അല്ലേ? ഇതിലേതാണ് നമുക്ക് വേണ്ടത്? കുട്ടികൾ കൺഫ്യൂസ്ഡ് ആണെന്നുള്ളതിന് തർക്കമുണ്ടോ? നമ്മുടെ സമൂഹം മുന്നോട്ട് പോകാത്തതിൻ്റെ പ്രധാന പ്രശ്നം ഇതാണ്. നമുക്ക് ക്ലിയർ കട്ട് രാസ്തയില്ല. നമ്മുടെ ഇന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞു വരെ ആദ്യത്തെ നെറുകന്തല അടി കൊടുത്തിട്ടാണ് അതിനെ എല്ലാ മതക്കാരും പുറത്തേക്ക് വിടുന്നേ. മനസ്സിലായില്ലേ? അവിടെ മുതൽ തുടങ്ങുകയാണ് ആ കുട്ടിയുടെ പലവിധമായ അടിമത്തം. മതം കൊടുക്കുന്നത്, ജാതി കൊടുക്കുന്നത്, മറ്റുതരം പിന്നെ വാമൊഴികൾ, വരമൊഴികൾ, ഫോക്കുകൾ, അന്ധവിശ്വാസത്തിൻ്റെ ഒരു കൂടാരം പേറിയിട്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത്. ഇപ്പം ഏറ്റവും അവസാനം കേരളത്തിൽ നോക്കുമ്പോൾ ഇവിടെ ഇടതുപക്ഷ പ്രൊഫൈലുകൾ വരെ വാഴ്ത്തിപ്പാടുകയാണ്. ലോക, ചാപ്റ്റർ, ചന്ദ്ര. എന്താണ് ആ സിനിമ കണ്ട? ബ്ലഡ് ബാങ്കിലെ ബ്ലഡ് കുടിച്ച് സഞ്ചരിച്ച് ജീവിക്കുന്ന കള്ളിയങ്കാട്ട് നീലിയാണ്. ആധുനിക കള്ളികെട്ടങ്കാട്ട് നീലി. 20 വർഷമായിട്ട് സ്വീഡനിലായിരുന്നു കള്ളിയങ്കാട്ട് നീലി അധോലോക ആളാണ്. അപ്പോൾ ഇന്ത്യയിലേക്ക്, അവിടുത്തെ മിഷൻ കഴിഞ്ഞ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇവിടെ പാസ്പോർട്ട്, വോട്ടർ ഐ ഡി കാർഡും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ഒരമ്മാച്ചൻ ഇരിപ്പുണ്ട്. അവിടുന്ന് അത് മേടിക്കുന്നു, പോയി മാക്ഡൊണാൾഡിൽ ജോലിക്ക് കയറുന്നു, അവിടെ വേണ്ട നിരപ്പാക്കൽ പരിപാടി എല്ലാം നടത്തുന്നു, വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. എന്ത് രസമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ കള്ളിയങ്കാട്ട് നീലിയുടെ കഥ കേട്ട് പഠിച്ചാണ്. നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ്? ആണി അടിച്ചവിടെ ഉറപ്പിച്ചു. ആരെ? കടമറ്റത്തച്ഛൻ. അതും കുറേ ആഘോഷിച്ചു, കടമറ്റത്തച്ഛന. അപ്പൊ കടമറ്റത്തച്ഛനാ ഇപ്പൊ പറയുന്നത് എന്താ? പുള്ളിക്ക് അത്ര വലിയ ശക്തിയൊന്നും ഇല്ല, നീലിയെ പിന്നെ തറയ്ക്കാനൊന്നും പറ്റൂല. ഞാൻ എൻ്റെ ആൾക്കാരെ, കൂട്ടക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞാൻ രഹസ്യയുടെ ആണി ഊരിയാണ് വിട്ടത്. അവള് എന്നെക്കാളും മുകളിലാണ്. അപ്പം പുള്ളി അന്ന് മുതൽ പിന്നെ ജനറേഷൻ ടു ജനറേഷനായിട്ട് ഇങ്ങനെ ലോകം മുഴുവനും പാറി നടന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കള്ളിയങ്കാട്ട് നീലി.
മനസ്സിലായില്ലേ? സൂപ്പർമാന്മാർ അമേരിക്ക പടത്തി വിട്ടിരുന്നു, ഇപ്പോൾ കേരളത്തിൽ നിന്നൊരു സൂപ്പർ വുമണിനെയും കൂടി പടത്തി വിട്ടിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ കൺഫ്യൂസ് ആവുമോ ഇല്ലയോ? ഈ ബ്ലഡ് ബാങ്കിലെ ബ്ലഡ് എന്തിനാ അവർ കണ്ടിരുന്നേ? മനുഷ്യൻ മരിക്കാൻ പോകുമ്പോൾ കൊടുക്കാനാണ്. ഇതൊരാൾ വീട്ടിൽ മേടിച്ചുകൊണ്ട് വെച്ചിട്ട് ആ ഫ്രിഡ്ജിൽ നിന്ന് ദാഹിക്കുമ്പോൾ ഈ വയറോട് കൂടിയുള്ള ബ്ലഡ് ബാങ്കിൽ ചോര എടുത്ത് കുടിക്കുകയാണ് സ്ത്രീ. എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? എന്നിട്ട് ഇതിനെ വാഴ്ത്തലല്ലാതെ ആ സിനിമയെക്കുറിച്ച് ഒരു കാര്യവും കേട്ടിട്ടില്ല. നിങ്ങൾ പറഞ്ഞ് കൺഫ്യൂസ്ഡ് അല്ലേ? നമ്മുടെ ജനറേഷൻ, നമ്മുടെ കുട്ടികൾ, യങ്സ്റ്റേഴ്സ് കൺഫ്യൂസ്ഡ് അല്ലേ? നല്ലൊരു ശതമാനം ആളുകൾ കൺഫ്യൂസ്ഡ് ആണ്. ഇത് എന്ത് വിശ്വസിക്കും? അപ്പം നമ്മൾ തന്നെ വിശ്വസിക്കാം. നമ്മൾ കേട്ടിരുന്നത് കള്ളിയങ്കാലിൽ നിന്ന് തറയ്ക്കപ്പെട്ടു എന്നാണ്. ഇത് പറയുന്നു അല്ല, തറച്ചിട്ടില്ല. നമുക്ക് യുക്തിയും ബോധമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കറിയാം ഇതൊക്കെ എന്താ ഏതാന്നൊക്കെ. പക്ഷേ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ഇരുന്ന് കാണുന്നത് ഫാമിലി ആയിട്ട് കൊച്ചു കുഞ്ഞുങ്ങളടക്കമാണ്. ഈ ചോര കുടിക്കാൻ പറ്റുന്ന ഒന്നാണ് വീട്ടിൽ. എനിക്ക് ആ ഒരു ഇമേജ് മാത്രമാണ്. അതിനെ വാഴ്ത്തുന്നവരുമുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചോര ഇടയ്ക്കിടയ്ക്ക് ദാഹിക്കുമ്പോൾ കുടിക്കാൻ പറ്റുന്ന ഒന്നാണ്. അത് കുടിച്ചാൽ നിങ്ങൾക്ക് അതിമാനുഷിക പവർ കിട്ടും എന്ന് പറയുന്ന ഏറ്റവും സയൻസ് വിരുദ്ധമായ കാര്യം പ്രചരിപ്പിക്കുന്ന സാഹിത്യവും കലയും ഒക്കെ ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. ഇപ്പോൾ ഈ പറയുന്ന നൂറ്റാണ്ടിൽ അവിടെ നമ്മുടെ കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവില്ലേ? അമർ ചിത്രകഥ പോലെയൊക്കെ ഇതിനെ ആസ്വദിക്കുകയാണ്. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. അമർ ചിത്രകഥ പോലെയല്ല. അവിടെ തന്നെയാണ് നിങ്ങൾ കാണണ്ടേ വേടൻ അനുയായികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ പ്രായം അവരേറ്റെടുക്കും. അവർ റിതം ഏറ്റെടുക്കും, താളം ഏറ്റെടുക്കും. അവർ മറ്റൊരാളെ ഇടിച്ച് തോൽപ്പിക്കുന്ന കണ്ടന്റ് അവർക്ക് ഇഷ്ടമാണ്. കാരണം അവരിലില്ലാത്ത ചില സാധനങ്ങൾ അവരെ ആവേശിക്കും. മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ ഇൻസെക്യൂറായ മനുഷ്യന്മാർക്കാണ് മറ്റുള്ളവരുടെ കായികമായി തോൽപ്പിക്കണമെന്ന് തോന്നുക. കാരണം അവനെക്കൊണ്ട് പറ്റൂല്ലാതെ, പക്ഷെ അവൻ്റെ ഉള്ളിൽ നൊരയ്ക്കുന്ന സൈക്കോളജിക്കലാണ്. ഒരു ഇടിയെങ്കിലും അവന് വെച്ച് കൊടുക്കണമെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെയുള്ള മനുഷ്യന്മാരെ മുഴുവനും ഇപ്പോൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ്. മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ ഉണ്ടെന്നൊക്കെ സർക്കാർ പറയുന്നു. പക്ഷേ ഇത്തരം സിനിമകളും എഴുത്തുകളും കൂടി വരുമ്പോഴത്തേക്കിന് എവിടേക്കാണ് പോകുന്നത്? നിങ്ങൾ മുമ്പേ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദിച്ചതിന് ഈ ചടങ്ങുകൾ, കല്യാണം, ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിതമില്ലെന്ന് വിചാരിക്കുന്നവരാണ്. ഇപ്പം സർക്കാരുകളും അതിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പം കേന്ദ്ര സർക്കാർ അതിനെ മാത്രമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഈവൻ ശാസ്ത്ര സത്യങ്ങളെ പോലും, ചന്ദ്രനിൽ ആദ്യമായി പോയത് ആരാണെന്നുള്ളത് പോലും പിന്നെ അദ്ദേഹം അല്ല പോയത്, നമ്മുടെ പുരാണത്തിലെ കഥാപാത്രമാണെന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന ആളുകൾ നോർത്ത് ഇന്ത്യയിൽ ധാരാളമായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഇവിടെ കേരളത്തിലേക്ക് വന്നാലും എന്താണ് നടക്കുന്നത്? ഇവിടെ പിന്നെ രണഗീതം സ്കൂളിൽ പാടുന്നു, കുട്ടികൾ പാടുന്നു, അറിയാതെ സംഭവിച്ചതാണെന്ന് പിന്നെ പറയുന്നു. ഇവിടെ പിന്നെ ബാലഗോകുലം പിന്നെ ഇടതുപക്ഷ പിന്നെ സംഘടനകൾ ആചരിക്കുന്നു. ഇവിടെ പിന്നെ ഗണപതി ഉത്സവം ആഘോഷിക്കുന്നു. ബോംബെയിൽ പിന്നെ നടക്കുന്ന ഗണേശ ഉത്സവം ഇവിടെ കേരളത്തിലെ യുവജന സംഘടന ആചരിക്കുന്നു. കൺഫ്യൂസ്ഡ് ആവില്ലേ? ഒരേ സമയം നിങ്ങൾ പിന്നെ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ അഹിംസ പറയുന്നു, പിന്നെ ഗാന്ധിജിയുടെ ഇത് പറയുന്നു, റൂറൽ ഡെവലപ്മെൻറ്റ് പറയുന്നു, വേറെ പറയുന്നു. ഇത് മൊത്തം കൂടി പഠിക്കുന്ന ഒരാളുകൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ വേണ്ട, മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിപ്പോ. ഒരിക്കലും ഒരു സ്റ്റേജിലൊരു പ്രസംഗം ഉണ്ടായിരുന്നു. നമ്മുടെ IAS ദിവ്യ ഒക്കെ ഇരുന്ന ഒരു വേദിയിൽ ഈ പറയുന്ന പോലെ ഇന്നത്തെ ജനറേഷൻ്റെ ഒരവസ്ഥ, കല്യാണം കഴിക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ പ്രണയിച്ചിട്ട് വിവാഹത്തിലേക്ക് നിൽക്കുന്നവർ സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് വേണം നമ്മൾ കല്യാണം കഴിക്കാൻ, ആഭരണം മേടിച്ചു, ആ ഒരു പ്രവണതയോട് വളരെ ഇപ്പോൾ എന്നോട് ഈ പറഞ്ഞ ഈ വിഷയത്തിലൊക്കെ വന്നിട്ട് വളരെ ശക്തമായിട്ട് വളരെ രോക്ഷത്തോടു കൂടി പ്രതികരിച്ചൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഞാനത് കണ്ടതാണ്. അത് വല്ലാത്തൊരു അമർഷം ഉണ്ടോ ശരിക്കും പറഞ്ഞാൽ ഈ പെൺകുട്ടി? അത് ഇന്ന് രാവിലെയും കൂടി ആ വീഡിയോ കണ്ട ഒരാൾ എന്നെ വിളിച്ചു. ഈ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ആ വീഡിയോ എടുത്തു. എനിക്ക് ആ കാര്യം ചിന്തിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ അപജയം കാണണമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവാഹ സമ്പ്രദായങ്ങൾ മാത്രം കണ്ടാൽ മതി. എങ്ങനെയാണ് അത് ഇത്രയും ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുന്നതെന്നറിയാമോ? നിങ്ങൾ ഈ കല്യാണത്തിന് പോകുന്ന പോലെ തന്നെ കുടുംബ കോടതികളുടെ വരാന്തകളിലേക്കൂടെ പോകണം. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രാജഡിയും ഇതിൻ്റെ കോൺട്രഡിക്ഷനും മനസ്സിലാവും. നിങ്ങൾ 5 കോടിയും 10 കോടിയും മുടക്കി ആഘോഷമായി നടത്തിയ കല്യാണങ്ങൾ 1 മാസം, 2 മാസം, 6 മാസം, ചിലത് 7 ദിവസം ഒക്കെ കഴിയുമ്പോൾ അതേ ലാഘവത്തോടു കൂടി കുടുംബ കോടതിയുടെ വരാന്തയിലേക്ക് എത്തുന്ന അവസ്ഥ. നിങ്ങൾ ലൈഫ് ഒരു ട്രയലാണ് അല്ലേ? ഞാൻ കാണുന്ന എന്നെ സംബന്ധിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫ് ഒരു ട്രയലാണ്. കാരണം നമ്മൾ എപ്പോൾ മരിക്കുമെന്ന് നമുക്കറിയില്ല.
നമ്മൾ ദരിദ്രരാകുമോ, പട്ടിണിക്കാരായി തന്നെ നിലനിൽക്കുമോ, നമ്മൾ സമ്പന്നരാകുമോ, നമുക്ക് ജോലി കിട്ടുമോ, നല്ല വിദ്യാഭ്യാസം കിട്ടുമോ, ഇതൊന്നും അഷ്വർ ചെയ്യാൻ പറ്റാത്ത, ഒരു വ്യക്തിക്കും ഉറപ്പിക്കാൻ പറ്റാത്ത ഒരു വളരെ കെയോട്ടിക് അൺസർട്ടൺ സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി നമ്മുടെ അച്ഛനമ്മമാർ ഡോക്ടറായാലും നമ്മൾ ഡോക്ടറാകുമെന്നൊന്നും ഉറപ്പില്ല. നല്ല ബുദ്ധിയും കഴിവുള്ള അച്ഛനമ്മമാരുടെ മക്കൾ ആ വഴിക്കുന്ന അൺസർട്ടണിറ്റിയുടെ ഒരു നടുക്ക് നിൽക്കുന്ന നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ വിവാഹം എന്ന് പറയുന്ന ഒരു ചെറിയൊരു കാര്യമാണ് ലൈഫിലെ. ഒരു മനുഷ്യനൊരു ഇണയുണ്ടാകണം എന്നുള്ളതൊരു ജീവിവർഗ സങ്കല്പമാണത്. ഇണയെ അട്രാക്ഷൻ ഉണ്ടാകും, സ്വാഭാവികമായും ഇണയെ തേടും. ഇപ്പം അതുകൊണ്ടാണല്ലോ എക്സ്ട്രാ മാരിറ്റൽ നടക്കുന്നതും ഈ വിവാഹങ്ങൾക്ക് മുമ്പ് ചെറുപ്പക്കാരുടെ ഇടയിൽ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടാക്കുന്നത്. ആരുടെയും കൂട്ട് വേണ്ട, ഇതിന് ആവശ്യമേ ഇല്ല. എന്തുകൊണ്ടാണ് ആളുകൾ ഇതിൽ ഇടപെടുന്നത്? ആളുകൾ ഇടപെടുന്നത് ഈ രക്ഷിതാക്കളായിട്ടുള്ളവരുടെയും മതസംഘടനകളുടെയും ഒക്കെ സോഷ്യൽ സ്റ്റാറ്റസ് നിലനിർത്താനും അവർക്ക് അങ്ങനെ തന്നെ ജീവിച്ചു പോകാനും വേണ്ടിയിട്ടാണ്. മതങ്ങളായി നിലനിൽക്കാൻ, രക്ഷിതാക്കളാണെന്നുള്ള ഒരു ഗമ, ഞങ്ങളുടെ ഡ്യൂട്ടി നിർവഹിച്ചു, അല്ലെങ്കിൽ ഇതാണ് വേണ്ടത് എന്ന അവരുടെ ബോധം അടിച്ചേൽപ്പിക്കലാണ്. അതർവൈസ് ഇവിടെ ആരും ഇങ്ങനൊന്നും ചെയ്തു കൊടുക്കാനില്ലെങ്കിൽ പിള്ളേർ അവരവരുടെ ആളുകളെ കണ്ടുപിടിച്ചോളും. അവരവരുടെ സെൽഫ് റിസ്കിൽ ജീവിക്കും. എന്താ ഇങ്ങനെയൊന്നും ആരും കല്യാണം കഴിച്ചു കൊടുക്കാത്ത സമൂഹത്തിൽ കല്യാണം കഴിക്കുന്നില്ലേ, പാർട്ട്നേഴ്സായിട്ട് ജീവിക്കുന്നില്ലേ, കുട്ടികൾ ഉണ്ടാവുന്നില്ലേ, അവർ സമ്പാദിക്കുന്നില്ലേ? എന്താ പ്രശ്നം? പക്ഷെ നമ്മളുടെ പ്രശ്നം ഈ അധികാരത്തിൻ്റെ പ്രശ്നമാണ്. മക്കളെ സ്വതന്ത്രരാക്കി വിടാൻ അച്ഛനമ്മമാർ തയ്യാറല്ല. കാരണം അവർ വിചാരിക്കുന്നത് എൻ്റെ കുട്ടികളെ ഞങ്ങൾ ഉപേക്ഷിച്ചാലൊന്നും ആവില്ല. അതേ മക്കൾ തന്നെ ഈ അമ്മയ്ക്കും അച്ഛനും 10, 55, 60 വയസ്സാവുമ്പോൾ നേരെ തിരിച്ച് റിവേഴ്സിൽ അവരോട് പ്രവർത്തിക്കും. അത് സമൂഹത്തിൽ എത്ര കണ്ടാലും നമ്മുടെ ആളുകൾക്ക് മനസ്സിലാവില്ല. കാരണം ഇന്ന് നിങ്ങൾ കരുതുന്ന അബലരായിട്ടുള്ള ആളുകൾ 10-20 വർഷം കഴിയുമ്പോൾ നിങ്ങളെ എടുത്ത് റോഡിൽ കൊണ്ട് കളയുകയാണ്. അല്ലെങ്കിൽ നിങ്ങളോട് മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ, പുറത്തേക്ക് വരരുത്, എവിടെയെങ്കിലും കിടന്നുകൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പം എത്രയും വേഗം പ്രായപൂർത്തിയായി കഴിയുന്ന കുട്ടികളെ സ്വതന്ത്രരാക്കുകയും അവരുടെ റെസ്പോൺസിബിലിറ്റി അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവരുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദി അവരാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസവും ഒരു സാമൂഹ്യ ക്രമവും ഇവിടെ ഉണ്ടാകുകയാണെങ്കിൽ മനുഷ്യന്മാരുടെ ജീവിതം ഇതിൻ്റെ 100 ഇരട്ടി സമാധാനമുള്ളതായി മാറും. അപ്പോഴാണ് 15 വയസ്സ് കഴിഞ്ഞാൽ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാമെന്ന് പറയുന്ന കോടതി വിധിയും വരുന്ന ഒരു പ്രത്യേക സമുദായത്തിന്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരു വളരെ 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 കെയോട്ടിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക, സ്റ്റാമ്പേഡ് നടക്കില്ലേ? ഒരു റെയിൽവേ സ്റ്റേഷനിലോ മറ്റേ ഇതിലോ മനുഷ്യന്മാർ ജീവനും കൊണ്ട് ഓടുമ്പോൾ ഒരു സ്റ്റാമ്പേഡ് നടക്കുന്നത് പോലെയുള്ള. ഞാനൊരു വിഷയവും പറഞ്ഞ് ഓടുമ്പോൾ നിങ്ങൾ വേറൊരു വിഷയം പറഞ്ഞ് ഓടി നമ്മൾ തമ്മിൽ തല്ലി അലച്ച് വീഴുകയാണ്. സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അതാണ്. ആളുകൾ തല്ലി അലച്ച് വീണുകൊണ്ടിരിക്കുകയാണ്. കാരണം ആർക്കും ഒരു ക്ലാരിറ്റി ഇല്ല. ആർക്കും എന്താണ് അവരവർക്ക് വേണ്ടതെന്ന് അറിയില്ല. ഞാൻ എവിടെ നിൽക്കണം? അന്യൻ്റെ ജീവിതം അന്യൻ്റേതാണ്, എൻ്റെ ജീവിതം എൻ്റേതാണ്, എനിക്ക് എൻ്റെ ജീവിതമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ആർക്കും അറിയില്ല. എല്ലാവരും അന്യകരണത്തിലാണ്, മനസ്സിലായില്ലേ? സ്വാധീനത്തിലാണ്, അടിമത്തത്തിലാണ്. അവിടെ ഇതും പിന്നെ ചില ആളുകൾ അവരുടെ മതം അനുശാസിക്കുന്ന കാര്യങ്ങൾ തന്നെ 15 വയസ്സിൽ കുട്ടികളെ പിന്നെ വിവാഹം കഴിപ്പിക്കണം. ചില ആൾക്കാർ അതിനേക്കാൾ കുറച്ചുകൂടെ കുറഞ്ഞാൽ കൊള്ളാം, കുഴപ്പമില്ല. അത് സമൂഹത്തിൻ്റെ മറ്റൊരു മനഃശാസ്ത്രം കൂടിയാണ്. പിഡോഫീലിയ എന്ന് പറയുന്ന സാധനം ചെറിയ കുട്ടികളെ പ്രോസ്റ്റിറ്റ്യൂഷനിലേക്ക് പോലും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? ചില ആളുകളുടെ ചോയ്സാണ് ചെറിയ കുട്ടികളെ വേണം എന്നുള്ളത്. അപ്പം ഈ സെക്സ് എന്ന് പറയുന്നത് മനുഷ്യൻ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സെക്സ് എന്ന് പറയുന്നത് ഈ ഭക്ഷണം പോലെ തന്നെയുള്ള ഒരു വിശപ്പാണ്. അത് ആവശ്യമുള്ളവർ പിന്നെ അനാവശ്യവും മറ്റേ തരത്തിലും ഒക്കെ കടന്നു കയറി പിടിക്കുന്നതിന് അതിൻ്റേതായ രീതിയിൽ പ്രതിരോധിക്കാനുള്ള സിസ്റ്റം ഇവിടെ ഉണ്ടായേ പറ്റത്തുള്ളൂ. നമുക്ക് എന്താ പറയണേ, ഏറ്റവും കൂടുതൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ നടക്കുന്നത് സെക്സിൻ്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട്. നമ്മളിവിടെ ഫ്ലഷ് എന്ന് പറയുമ്പോൾ ഇവിടെ മറ്റേ ഗുജറാത്തിൽ നിന്ന് മറ്റേ മീറ്റ് എക്സ്പോർട്ട് മാത്രമാണ് അല്ല. ഓരോ രാജ്യങ്ങൾ തകരുമ്പോഴും ആ രാജ്യത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്നതും ഇറക്കുമതി ചെയ്യുന്നതും ഒക്കെ എന്താണ്? മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി സ്ത്രീകൾ പല രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നതാണ്. റഷ്യ തകർന്നപ്പോൾ ഉണ്ടായ എന്താണ്? ലോകത്തുള്ള പല രാജ്യങ്ങളിലേക്കും സ്ത്രീകൾ പോയി ഡാൻസ് കളിക്കാനും, ബാറിൽ ഡാൻസ് കളിക്കാനും, പിന്നെ സെക്സ് വർക്ക് നടത്താനും ഉപജീവനത്തിന് വേണ്ടി പോയി. അതിപ്പോഴും നടക്കുന്നുണ്ട്, എല്ലായിടത്തും നടക്കുന്നുണ്ട്. ഇത്രയും വളരെ വ്യക്തതയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണുകയും വിമർശിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഷൈല ശരിക്കും വാർത്തെടുത്തത്, രൂപപ്പെടുത്തിയത് ഏത് സാഹചര്യം, അല്ലെങ്കിൽ ഇതിന് ഒപ്പം അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ചോദ്യം കൂടിയുള്ളത്, എന്താണ് ഒരു എക്സ്പീരിയൻസ് ലൈഫിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്? ഇപ്പൊ ജീവിതം നമ്മളെ എന്ത് പഠിപ്പിച്ചു എന്നൊക്കെ ചോദിച്ചു. ആക്ച്വലി വാർത്തെടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ്. നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ
എന്നെ സംബന്ധിച്ച് ഞാൻ പുസ്തകം വായിച്ചുണ്ടായ അറിവിനേക്കാൾ കൂടുതൽ അനുഭവിച്ചറിഞ്ഞ അറിവുകളാണ് ചുറ്റുപാട് നിന്ന്. അതിനോടൊക്കെയുള്ള വലിയ അടങ്ങാത്ത രോഷം എന്ന വാക്ക് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതമെന്ന് തോന്നുന്നു. അതിപ്പോഴും ഉണ്ട്. കാരണം ഞാനിപ്പോൾ ഈ നിമിഷം തന്നെ ഞാൻ ഇന്റർവ്യൂവിലാണ് ഇരിക്കുന്നതെന്നൊക്കെ ഞാൻ മറന്നു പോകുന്നു. കാരണം ആ വിഷയം എനിക്ക് ചിത്രങ്ങളായിട്ടാണ് വരിക എൻ്റെ മുമ്പിൽ. എനിക്കൊരു കാര്യം സംസാരിക്കുമ്പോൾ അതിങ്ങനെ ഇമേജ് ആയിട്ട് എൻ്റെ മുമ്പിൽ വരും. ഞാനിപ്പോൾ റഷ്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ദുബായിലെ ബാറിൽ ഡാൻസ് കളിക്കുന്ന റഷ്യൻ സുന്ദരികളെ കണ്ടു. പ്രോസ്റ്റിറ്റ്യൂഷന് സ്ട്രീറ്റിൽ നിൽക്കുന്ന നല്ല ഒരു 6 അടി പൊക്കമുള്ള സുന്ദരികളായ റഷ്യൻ സ്ത്രീകൾ കണ്ടു. ഞാൻ ആ വിഷ്വൽ കാണുകയാണ്. അതെന്തൊരു ഗതികേടാന്ന് ആലോചിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാഴ്ച കണ്ടുകൊണ്ട് തന്നെ സംസാരിക്കുകയോ അല്ലെ ഇടപെടുകയോ ചെയ്യുന്ന സമയത്ത് രോഷമുണ്ട്. അത് കുട്ടിക്കാലത്ത് തന്നെ ഉണ്ട്. പരിസരമാണ് എന്നെ രൂപപ്പെടുത്തിയത്. ആ പരിസരത്ത് നിന്ന് തെറ്റേത് ശരിയേത് എന്നൊന്നും അന്ന് തിരിച്ചൊന്നും അറിയത്തില്ല. പക്ഷേ ഇവരെന്തിനാണ് കരയുന്നത്, അല്ലെ ഇവരെന്തിനാണ് ചിരിക്കുന്നത്? സത്യം അതാണ്. ഇവരുടെ വീട്ടിൽ എന്താണ് ഇത്ര വലിയ സന്തോഷം? ഇവരുടെ വീട്ടിൽ എന്താണ് ആ സന്തോഷം ഇല്ലാത്തത്? ഇവരുടെ വീട്ടിൽ എന്താണ് ഇത്രയും മോടി? ഇങ്ങനെ കുട്ടിക്കാലം മുതലുള്ള ഒരു ചിന്തയുണ്ട്. എന്തുകൊണ്ടെന്ന് പറയുന്ന ആ ഒരു ചിന്തയുണ്ട്. ആ ചിന്തയിൽ നിന്നാണ് ലോകത്ത് ഇത്ര വ്യവസ്ഥകളുണ്ടെന്നും ഇത്ര ശ്രേണികളുണ്ടെന്നും ഇത്ര ജാതിയും ഇത്ര മതവും ചില മനുഷ്യർ ഒരു കാലത്തും പിന്നെ എഴുന്നേറ്റ് നിന്നാലും അവരെ എഴുന്നേറ്റ് നിന്നതായി ആരും കാണില്ലെന്നും ഒക്കെയുള്ള ദുരന്തമൊക്കെ മനസ്സിലാവുന്നതാണ്. അവിടെ നിന്നാണ് ഒരുപക്ഷെ ഞാൻ രൂപപ്പെട്ടതെന്ന് തോന്നുന്നു. എൻ്റെ ഈ ഒരു രൂപപ്പെടൽ തന്നെ ഒരുപക്ഷെ കുറച്ച് പേര് മാത്രമാണ് അതിനെ അങ്ങനെ നോക്കി കാണുന്നത്. ബാക്കിയെല്ലാവരും വിചാരിക്കുന്നത് ശൈലജ കുറച്ച് പൊടിക്കൊന്ന് അടങ്ങിയിരുന്നെങ്കിൽ, ശൈലജയ്ക്ക് ഇത്രയും രോഷമൊന്നും ഇല്ലെങ്കിൽ, ഇത്രയൊക്കെ പിന്നെ തുറന്ന് പ്രതികരിക്കാതിരുന്നെങ്കിൽ ഒക്കെ ശൈലജയ്ക്ക് കുറച്ചും കൂടിയൊക്കെ അക്സെപ്റ്റൻസ് ഒക്കെ കിട്ടുമായിരുന്നു എന്ന് കരുതുന്ന ആളുകളും ഉണ്ട്. മനസ്സിലായില്ലേ? എൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? അപ്പം അത് എന്നെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇതൊന്നും പ്ലാൻ ചെയ്ത് പറയുന്ന കാര്യങ്ങളേ അല്ല, ഡിസൈൻ ചെയ്ത് പറയുന്നതുമല്ല. ഇങ്ങനെയൊക്കെ പ്രതികരിക്കണം എന്ന് വിചാരിച്ച് ആലോചിച്ച് കൽപ്പിച്ച് കൂട്ടി എവിടെയെങ്കിലും പോയി പറയുകയോ കാണുകയോ ഒന്നും ചെയ്യുന്നതല്ല. ചില അടിസ്ഥാന പ്രശ്നങ്ങളോട് നമുക്ക് അടിസ്ഥാനപരമായ വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പ് രക്തത്തിൽ അലിഞ്ഞു പോയതാണ് എന്ന് വിചാരിച്ച് അത് അനാവശ്യ സ്ഥലത്തൊരിടത്ത് വരുത്തൂല്ല. ഇനി പ്രതികരിക്കണം എന്ന് വിചാരിച്ചാലും ചില സ്ഥലത്ത് പ്രതികരിക്കില്ല. കാരണം അത് പിന്നെ നമുക്ക് മനസ്സിലാകും ആ പ്രതികരണം അവിടെ ആവശ്യമില്ലാത്തതാണ്. ഞാൻ എപ്പോഴും എന്നെ ഇതെന്ന് പറഞ്ഞാൽ താങ്ങാൻ പറ്റാതാകുമ്പോൾ മാത്രം പുറത്തു പോകുന്നതാണ് എൻ്റെ പ്രതികരണം. അൾട്ടിമേറ്റ്ലി ഞാൻ അവസാനം വരെ മിണ്ടാതിരിക്കും. വേറെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഞാനത് മിണ്ടില്ല. സമൂഹത്തിൽ ആരെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി നന്നായിട്ട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കാര്യം നമ്മളും കൂടി പോയിട്ട് ഒച്ച ഉണ്ടാക്കേണ്ടതില്ലല്ലോ എന്നും കൂടി വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഇത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതാണ്. മനുഷ്യന് ഞാൻ കരുതുന്നത് ചുറ്റുപാടുകളിലേക്ക് നോക്കാതെ ഇങ്ങനെ മാത്രം പോകാൻ കഴിയില്ല. നമ്മളറിയാതെ നോക്കിപ്പോകും ഇടത്തോട്ടും വലത്തോട്ടും കറങ്ങിയൊക്കെ. അപ്പം നമ്മൾ കാണുന്ന കാഴ്ച, നമ്മളൊരു 3-4 ലോകരാജ്യത്ത് ജീവിക്കുന്നതുകൊണ്ടോ ഒക്കെ ഉണ്ടാകുന്നതാണ്. കേരളത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിൻ്റെ ഒരു ഇതുണ്ടാകും. ഇവിടെ കുറച്ച് കൂടുതലായി എന്തുകൊണ്ട് സംഭവിക്കുന്നു ഇവിടെ നിൽക്കുമ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ എക്സ്പെക്റ്റേഷൻസും റിയാലിറ്റിയും തമ്മിലുള്ള ഒരു കോൺട്രഡിക്ഷൻ സംഭവിക്കുന്നതിൻ്റെയും കൂടി ഒരു പ്രശ്നം. നമ്മളിങ്ങനെയല്ല പ്രതീക്ഷിച്ചത്, ഇത് നടക്കുന്നു. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു നിരാശ ഉണ്ടല്ലോ. ആ നിരാശ ചില സമയത്ത് രോഷമായോ പ്രതിഷേധമായോ ഒക്കെ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പം നമ്മളൊരു ശത്രുവിൻ്റെ വീട്ടിലൊരു കാര്യം ചോദിക്കാൻ പോകുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആണ്, നമ്മൾ പ്രിപ്പയർഡാണ്. അല്ലെ ചിലപ്പോൾ നമ്മളെ ബൂട്ട് കൊണ്ട് തൊഴിക്കും, ഇപ്പോൾ തോക്കെടുത്ത് വെടിവെക്കും, നമുക്കറിയാം, നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടാണ് പോകുന്നത്. അതേസമയം ഞാൻ സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു കാര്യം ചോദിക്കാൻ പോകുമ്പോൾ ഞാൻ ഒരിക്കലും നെഗറ്റീവായി പ്രതീക്ഷിച്ച് അവിടെ പോവില്ല. അങ്ങനെ നെഗറ്റീവായി പ്രതീക്ഷിച്ച് പോവുകയാണെങ്കിൽ ഞാൻ പിന്നെ മനുഷ്യരല്ല. മനസ്സിലായില്ലേ? കാരണം എൻ്റെ സുഹൃത്തിനെ കുറിച്ച് പോലും ഞാൻ തെറ്റായി ധരിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ ഹൗ ക്യാൻ ഐ ബി എ ഹ്യൂമൻ ബീയിങ്? ഞാൻ നല്ല മനസ്സുള്ള ആളല്ല. അപ്പം ഞാൻ ശുദ്ധ മനസ്സോടുകൂടി എന്നെ കാണുമ്പോൾ ആശ്ലേഷിക്കും, പിന്നെ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ സുഹൃത്ത് പെട്ടെന്ന് സുഹൃത്തല്ല എന്ന് തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ സുഹൃത്തിനെ പോലെ പെരുമാറുന്നില്ലല്ലോ, ഇതിലെന്തോ ഒരു കല്ലുകടി ഉണ്ടല്ലോ, ഇരിക്കാനൊക്കെ പറഞ്ഞു, ചായയൊക്കെ തന്നു, പക്ഷെ പോരാ, പെരുമാറ്റത്തിൽ ആ പഴയ അറ്റാച്ച്മെന്റ് ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു നിരാശയില്ലേ? മറ്റേ ശത്രുവിൻ്റെ ബൂട്ടിട്ട് തൊഴിയേക്കാൾ നമ്മളെ വേദനിപ്പിക്കുക, ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്താണ് അങ്ങനെ പെരുമാറിയത്, എന്തായിരിക്കും, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, അല്ല അങ്ങനെയല്ലല്ലോ സംഭവിക്കേണ്ടത്. ഈ ചിന്തയില്ലേ, ഈ ചിന്ത വളരെ പെയിൻഫുള്ളാണ്. ഈ ചിന്ത നമ്മളെ വിടില്ല, അത് വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും.
നമുക്ക് ഡിപ്രഷൻ ഉണ്ടാക്കും. നമ്മൾ പിന്നെ ജീവിതം തന്നെ വേണ്ട, ഇതെന്താണ് ഇനി ഇവിടെ എന്ത് പ്രതീക്ഷിക്കാമെന്നൊക്കെ തോന്നിപ്പോകും. നമ്മൾ ഏറ്റവും അൾട്ടിമേറ്റ് ഒരു നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും സമീപിക്കാമെന്ന് കരുതിയ നമ്മുടെ ഒരു സുഹൃത്താണ്. ഇതാണ് വ്യത്യാസം. അപ്പോൾ എക്സ്പെക്റ്റഡായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പട്ടാളത്തോടാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം നമ്മൾ പട്ടാളത്തോടാണ്, ചിലപ്പോൾ ആദ്യത്തെ വെടിക്ക് തന്നെ വീഴും. അവിടെ കോംപ്രമൈസ് ഡയലോഗൊന്നുമില്ല, മനസ്സിലായില്ലേ, നെഗോസിയേഷൻ ഇല്ല. പക്ഷെ അങ്ങനെയല്ല, സുഹൃത്തിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം പ്രവർത്തിച്ചവരോടോ അല്ലെങ്കിൽ ഒരു സംഘത്തിലുള്ളവർ പരസ്പരമോ സംസാരിക്കുന്ന സമയത്ത് എന്താണ്, നമുക്ക് ചാൻസ് ഉണ്ട്. നമുക്ക് സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 നെഗോഷിയേറ്റ് ചെയ്യാം, നമുക്ക് ആർഗ്യൂ ചെയ്യാം, ഡിസഗ്രി ചെയ്യാം, വീണ്ടും ചേരാം. ഈ പോസിബിലിറ്റി കിടക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. അതൊരു വിശ്വാസം മാത്രമാണ്, അങ്ങനെ ഇല്ല. അവിടെയും പതിയെ കുറയുകയാണ് എന്ന് വരുമ്പോൾ നമുക്ക് ആരും ഇല്ലാതാകുന്ന ഒരവസ്ഥയില്ലേ? ആരും ഇല്ലാതാകുന്ന അവസ്ഥയിൽ ചിലപ്പോൾ നമ്മൾ ഈ മരണ വീട്ടിൽ ഹലമുറയിട്ട് കരയില്ലേ ചില ആൾക്കാർ, അത് എല്ലാം പോയി എന്നുള്ളൊരു വിശ്വാസത്തിൽ കരയുന്നവരില്ല. അങ്ങനെയൊക്കെയുള്ള ചില അവസ്ഥകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. അത് ഈ പറഞ്ഞ ഞാൻ സെൽഫ് ക്രിട്ടിക്കായിട്ട് പറയുക, നമുക്ക് നമ്മൾ ഓവറായിട്ടുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യത്തെക്കുറിച്ച് ഓവറായിട്ട് പാഷനേറ്റ് ആയിരിക്കുക, ഓവറായിട്ട് പ്രതീക്ഷ അർപ്പിക്കുന്നവരായിരിക്കുക എന്നൊക്കെ പറയുന്ന പ്രശ്നം എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു നല്ല ശതമാനം ആളുകളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം എന്നെപ്പോലെ രൂപപ്പെട്ട ധാരാളം ആളുകൾ കേരളത്തിലുണ്ട്. നമ്മൾ അച്ഛനമ്മമാരെക്കാൾ കൂടുതൽ സ്നേഹിച്ച നമ്മുടെ ചുറ്റുപാടുമുള്ള വലിയ വലിയ ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ പ്രത്യയശാസ്ത്രങ്ങൾ, ജീവിത രീതികൾ ഒക്കെ കണ്ടു വളർന്നവരെന്നൊക്കെയുള്ള തരത്തിൽ നമുക്കതിൻ്റെ ഒരു ചെറിയ ചെറിയ സംഗതികൾ നമ്മളെ ബാധിക്കും. അത് ഇപ്പോഴും അവശേഷിക്കുന്നതൊന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എത്ര തടുക്കാൻ ശ്രമിച്ചാലും, ഞാൻ മെയിൻ സ്ട്രീമിലല്ല, ഞാനിപ്പോൾ ആർട്ടിസ്റ്റുകളുടെ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ്. എന്നാൽ പോലും ചില റിയാലിറ്റിക്ക് മുന്നിൽ എന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ മിണ്ടിപ്പോകും, പറഞ്ഞു പോകുമെന്നൊക്കെ ഉള്ളതുണ്ട്. അതാണൊരു സത്യം.